call is now being recorded. എല്ലാവർക്കും ഇന്നത്തെ വെബിനാർ സീരിയലിലേക്ക് സ്വാഗതം. അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVSRC അന്തർജന സഭ എന്നീ പ്ലാറ്റ്ഫോമുകളുടെയും നേതൃത്വത്തിൽ മെയ് 9 മുതൽ നടന്നു വരുന്ന വൈശാഖ മാസ ആചരണത്തിൽ ദേവി ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഉള്ള പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വെബിനാറൽ സീരീസ് വളരെ ഭംഗിയായി ഇത്രയും ദിവസങ്ങളിൽ നടന്നു. ഇതിലെ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്തി. അതിന് ആദ്യമായി TVSRCയുടെ പേര്, പൂജാ പഠിതാക്കളുടെ പേരിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും ഒരു നമ്മൾ സാധാരണ അധികം മൂലഗ്രന്ഥത്തെ പറ്റി കേൾക്കാത്തത് കാര്യങ്ങൾ വിശദമായി ഇവിടെ അവതരിപ്പിക്കാൻ നമുക്ക് ഓരോ പ്രഭാഷകരും ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കിട്ടിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഞങ്ങൾ എല്ലാവരും വളരെ അനുഗ്രഹീതരായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് എത്തിയിരിക്കുന്നത് കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരി അവറുകളാണ്. നമുക്ക് ആദ്യം പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രഭാഷണ പരമ്പര തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി ആർദ്ര സന്തോഷ് ലാഗയെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥന നടത്തൂ കേട്ടോ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുലാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. മുഹുർവിദധതി വദനേ മുരാരേഃ പ്രേമത്ര പ്രണിഹിതാനി ഗതാഗതാനി മാലാദൃശോർമധുകരീവമുത്പലീയാ സാ മേ ശ്രിയം ദിശതു സാഗര സംഭവായ. വളരെ സന്തോഷം ആർദ്ര. ഇനി അടുത്തതായി സ്വാഗതത്തിനായി സതീഷ് ചന്ദ്രൻ കുഞ്ഞിക്കലിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ദേവി ഭാഗവതം സംസ്കൃതം മൂലഗ്രന്ഥം അടിസ്ഥാനമാക്കി ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ പ്രഭാഷണം നടത്തുന്നത് ബ്രഹ്മശ്രീ ഡോക്ടർ കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരി അവർകളാണ്. ഇദ്ദേഹം സംസ്കൃത സാഹിത്യത്തിലും പുരാണങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള മഹത് വ്യക്തിയാണ്. ചാലക്കുടിക്കടുത്തുള്ള കാഞ്ഞാട് മനയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃത സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും MPhilഉം ഡോക്ടറേറ്റും നേടിയ ഇദ്ദേഹം 1988 കേശവമിശ്രാസ് അലങ്കാരശേഖര ഒരു പഠനം എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. പ്രഗത്ഭരായ സംസ്കൃത പണ്ഡിതരിൽ നിന്നും ന്യായശാസ്ത്രം അഭ്യസിച്ച ഇദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 31 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം 2015 വിരമിച്ചു. യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്ന ഇദ്ദേഹം സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ നിരവധി ലേഖനങ്ങളും രചനകളും നിർവഹിച്ച് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആധ്യാത്മിക, സാമൂഹ്യ, സത്സംഗ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. ആചാര്യന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തന്ത്രിസമാജം ഉത്തരമേഖലയ്ക്ക് വേണ്ടിയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയും പൂജാപഠനം പഠിതാക്കൾക്ക് വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും അദ്ദേഹത്തെ സർവാത്മന സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബ്രഹ്മശ്രീ എടക്കഴിപ്പുഴം ശ്രീരാമൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി,
പ്രാർത്ഥന ചൊല്ലിയ ആർദ്ര സന്തോഷ് ലാക, ഹരിനാരായണൻ അടിഗമന എന്നിവരെയും ശ്രോതാക്കളെയും സ്വാഗതം. തുടങ്ങാമോ സാർ? दृष्टव्या सर्गरूप जगदवनविधौ पालिनीया च रौद्री संहारे चापि यस्या जगदिदमखिलं क्रीडनं या पराख्या पश्यन्ति मध्यमाधो तदनु भगवती वैखरी वर्णरूपा सास्मद्वाचं प्रसन्ना विधिहरिगिरिशाराधिलालङ्करोदो मातर्मे मधुकैठभग्निमहिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्येन शुम्भावहे शुम्भध्वंसिनि संहराशुदुरितं दुर्गे नमोऽस्त्वम्बिके नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातामहं वन्दे सर्वलोकैकमातरम् अन्तरायतिमिरोपशान्तये शान्तपावनमचिन्त्यवैभवं तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महः सृष्ट्वाखिलं जगदिदं सदसत्स्वरूपं शक्त्या स्वया त्रिगुणया परिपालि विश्वं संहृत्य कल्पसमये रमते तथैका तां सर्वविश्वजननीं मनसा स्मरामि मङ्गलं दिशतु मे विनायको मङ्गलं दिशतु मे सरस्वती मङ्गलं दिशतु मे महेश्वरी मङ्गलं दिशतु मे सदाशिवा. ദേവി ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധമാണ് വായിച്ച് പൂർത്തിയാക്കേണ്ടത്. ഈ 12ാമത്തെ സ്കന്ധത്തില് ശ്രീമദ് ഭാഗവതം പോലെ തന്നെ 12 സ്കന്ധങ്ങളാണ് ദേവി ഭാഗവതത്തിലുള്ളത്. 12ാമത്തെ സ്കന്ധത്തില് 14 അധ്യായങ്ങളുണ്ട്. ആ 14 അധ്യായങ്ങളും ഇന്നത്തോടു കൂടി തീർക്കണം. അതിലൊക്കെ കൂടി കഴിഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 1000-ന്റെ അടുത്ത് 963 ശ്ലോകങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് ഗദ്യമുണ്ട്. അപ്പോ ഈ പരിമിതമായിട്ടുള്ള ഈ സമയത്തിൽ അത് മുഴുവൻ വായിക്കുക എന്നുള്ളത് അസാധ്യമാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് പ്രായണ ഓരോ അധ്യായങ്ങളിലും ഉള്ള പ്രമേയങ്ങൾ ചുരുക്കി പറഞ്ഞ് പറയാൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഈ ദേവി ഭാഗവതത്തിന്റെ 12 സ്കന്ധത്തിലും കൂടിയിട്ടുള്ള വിഷയങ്ങൾ ശ്രീമദ് ഭാഗവതത്തില് വിഷ്ണു ഭാഗവതത്തിന്റെ 12ാമത്തെ അധ്യായത്തില് എല്ലാ അധ്യായങ്ങളുടെയും ഒരു ചുരുക്കം കൊടുത്തിട്ടുണ്ട്. നമോധർമായ മഹതേ എന്ന് തുടങ്ങുന്നതായ ഒരു അധ്യായം, 12ാം അധ്യായം. അപ്പൊ ഭാഗവതം മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല എങ്കിലും ആ അധ്യായം കേട്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പൊന്നുണ്ടാകും എന്നൊരു പ്രസിദ്ധി ഉണ്ട്. അപ്പൊ ഇവിടെ എന്നാൽ ദേവി ഭാഗവതത്തില് അങ്ങനെ ഒരധ്യായം ഇല്ല. അതായത് എല്ലാ സ്കന്ധത്തിലെയും ആ ഇതിവൃത്തങ്ങളെ സൂചിപ്പിക്കുന്നതായ ശ്രീമദ് ഭാഗവതത്തിലെ 12ാമത്തെ ഒരധ്യായം പോലെ ഒരധ്യായം ദേവി ഭാഗവതത്തില് കാണുന്നില്ല. ആ ഒരു പോരായ്മയാണോ, അല്ലെങ്കിൽ പോരായ്മയെന്ന് ഞാൻ പറയുന്നില്ല, വേദവ്യാസന്റെ വാക്കായതുകൊണ്ട് പോരായ്മ എന്ന് പറയുന്നില്ല, അതിനെ പൂരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ നടുവിൽ മഠത്തിലെ
ഇപ്പോഴത്തെ ഇളമുറ സ്വാമിമാരായിരിക്കുന്ന അച്യുതഭാരതി സ്വാമികളെ അദ്ദേഹം ഒരു ആ ഭാഗവതത്തിലെ 12ാമത്തെ അധ്യായം പോലെ ദേവി ഭാഗവതത്തിലെ ഒരു വിഷയ സംഗ്രഹ രൂപമായിട്ടുള്ളൊരു അധ്യായം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും ഞാൻ ഈ പുരാണത്തിന്റെ ഒടുക്കം അതിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അധ്യായത്തിന്റെ സംഗ്രഹം പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇനി ദ്വാദശസ്കന്ധ അഥ പ്രഥമോധ്യായ, ഒന്നാമത്തെ അധ്യായം. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന വിഷയം ഇതിലൊരു വേറൊരു വിശേഷം കൂടി പറയേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ശ്രോതാക്കൾക്ക്. കാരണം ഇതിലെ ഒരു വിഷ്ണു ഭാഗവതത്തിലെ പോലെ കലിയുഗ രാജാക്കന്മാരുടെ വർണ്ണനയോ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മറ്റേ പല സ്തോത്രങ്ങള് അങ്ങനെ ചില വിഷയങ്ങളാണ് വരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ടതായ കഥ പോലെ പറയാവുന്ന ഒരു വിഷയങ്ങളൊന്നും ഇതിലില്ല. ഈ 12ാമത്തെ അധ്യായത്തിൽ ഒരധ്യായത്തിൽ മാത്രമാണ് ഗൗതമന്റെ ഒരു കഥ വരുന്നുണ്ട്. പിന്നെ വേറൊരു അധ്യായത്തില് കേനോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിലുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകാല സന്ദർഭങ്ങളിൽ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ ആദ്യത്തെ അധ്യായം അത് ഗായത്രിയുടെ പ്രാധാന്യം പറയുന്നത്. ഗായത്രി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നത് ഗായത്രി ഛന്ദസാമഹം. ഇവിടെ ഗായത്രി എന്നുള്ളത് വാക്കിന് തന്നെ അർത്ഥം ഗായന്തം പ്രായത. ഇത് ഗായത്രി, ഗായത്രം തന്നെ ഗായത്രി. അത് ചൊല്ലുന്നവനെ രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഗായത്രിയുടെ ഒരു മാഹാത്മ്യം ആണ് പറയുന്നത്. എല്ലാവർക്കും ഗായത്രി എന്നുള്ളത് എല്ലാ ബ്രാഹ്മണരുടെ നിത്യകർമാനുഷ്ഠാനത്തില് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു മന്ത്രമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിനു മുമ്പ് 11ാമത്തെ അധ്യായത്തിന് സദാചാര വർണ്ണനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇനി സദാചാരം, അതായത് വേദത്തിന് മുഖ്യ പ്രാമാണ്യം, അത് കഴിഞ്ഞാൽ സ്മൃതികൾക്ക് പ്രാമാണ്യം, സദാചാരം അനുഷ്ഠിക്കണം. സദാചാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധികളൊക്കെ 11ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇനി ഇവിടെ നാരദൻ ശ്രീനാരായണനോട് ചോദിക്കുകയാണ് ഈ സദാചാരങ്ങളുടെ വിധിയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അത് സദാചാരങ്ങൾ സർവപാപ വിനാശനമാണ്. എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കുന്നതാണ് സദാചാരം. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് ദേവിക്ക് സദാചാരം വേണ്ട തരത്തിൽ അനുഷ്ഠിക്കുക എന്നുള്ളത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാകുന്നു. ഇനി അത് കഴിഞ്ഞാൽ അതിനും ഒട്ടും കുറവില്ലാത്ത തന്നെ വ്രതാദികള് വളരെ ഇഷ്ടപ്പെട്ടതാണ് ദേവിക്ക്. പക്ഷേ വ്രതം എന്നുള്ളത് കൊണ്ട് കൃച്ഛം, ചാന്ദ്രായണം തുടങ്ങി അത്യന്തം ബുദ്ധിമുട്ടുള്ളതായ പല വ്രതങ്ങളുണ്ട്. അത് അനുഷ്ഠിച്ച് മുഴുവനേക്ക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശമുണ്ട്. അപ്പോൾ കൃച്ഛം, ചാന്ദ്രായണം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങള് ദേവിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അത് അനുഷ്ഠിക്കുന്ന സാധകന്മാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഏറ്റവും ദേവിക്ക് പ്രീതിപ്പെട്ടത് എന്താണ് എന്ന് അതാണ് നാരദന്റെ ചോദ്യത്തിന്റെ താല്പര്യം. അപ്പൊ അതിന് വേണ്ടി ഗായത്രിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ശ്രീനാരായണൻ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നു. അപ്പൊ ആ വിഷയം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം വേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ വിവരിക്കാം, അല്ലെങ്കിൽ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് നാരദ അഥ പ്രഥമോധ്യായ. നാരദ ഉവാച സദാചാരവിധർദേവ ഭവതാ വർണ്ണിത പ്രഭോ തസ്യാത്യഥമാഹാത്മ്യം സർവപാപവിനാശനം ശ്രുതം ഭവന്മുഖം ഭോജച്യുതം ദേവീ കഥാമൃതം വ്രതാനി യാനി ചോക്താനി ചാന്ദ്രായണമുഖാനി തേ ദുഃഖസാധ്യാനി ജാനീമഃ കർത്തൃസാധ്യാനി താനി ച തദസ്മാൽ സാമ്പ്രതം യത്തു സുഖസാധ്യം ശരീരിണം ദേവീ പ്രസാദജനകം ശുഭാനുഷ്ഠാനസിദ്ധ്യജം
തൽക്കർമ്മവദമേ സ്വാമിൻ കൃപാപൂർവം സുരേശ്വര സദാചാരവിധൗ യശ്ച ഗായത്രീ വിധരീരിത തസ്മിൻ മുഖ്യതമം കിം സ്യാൽ കിം വാ പുണ്യാധികപ്രദം യേ ഗായത്രീകഥാവർണാഃ തത്വസംഖ്യാസ്ത്വയേരിതാഃ തേഷാം കേ ഋഷയഃ പ്രോക്താഃ കതി ഛന്ദംസി വൈ മുനെ തേഷാം കാ ദേവതാഃ പ്രോക്താഃ സർവം കഥയ മേ പ്രഭോ മഹൽ കൗതൂഹലം മേ ച മാനസേ പരിവർത്തതേ. ഇവിടെ ഒരു വിഷയം പറയേണ്ടതുണ്ട്. ഗായത്രി ആണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള മന്ത്രം എന്ന് പറഞ്ഞു. ഈ ഗായത്രിക്ക് 24 വർണ്ണങ്ങളുണ്ട്. അപ്പൊ ഈ 24 വർണ്ണങ്ങളുള്ളതില് ഓരോ ത സ വി തുടങ്ങിയിട്ടുള്ളതായ 24 വർണ്ണങ്ങൾ. ഈ 24 വർണ്ണങ്ങളില് ഓരോ വർണ്ണത്തിനും പ്രത്യേകമായിട്ട് ഋഷി, ദേവത, ഛന്ദസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. അത് ഇവിടെ അതിന് ഓരോ വർണ്ണത്തിന്റെയും തേഷാം കേ ഋഷയ പ്രോക്താഹ താന് ഓരോന്നിന്റെയും ഛന്ദസ്, ഓരോ വർണ്ണത്തിന്റെയും ഋഷി തുടങ്ങിയിട്ടുള്ളതൊക്കെ അറിയണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് നാരദൻ പറഞ്ഞപ്പോൾ പറയുന്നു. ശ്രീനാരായണ ഉവാച കുര്യാദന്യം നവാ കുര്യാദനുഷ്ഠാനാദികം തഥാ ഗായത്രീ മാത്രനിഷ്ഠസ്തു കൃതകൃത്യോ ഭവദ്വിജ. മറ്റു കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഗായത്രി മാത്രം നിഷ്ഠൻ ആയി കഴിഞ്ഞാൽ അയാൾ കൃതകൃത്യനായി തീരും. അയാൾ എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തതുപോലെ തീരും. അത്രയ്ക്കും ശുഭപ്രദമാണ്. ഗായത്രി തന്ത്രം തുടങ്ങിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളും ഗായത്രിയുടെ മാഹാത്മ്യം പ്രതിപാദിക്കുന്നതായിട്ട് ഉണ്ട്. ഇവിടെ ഗായത്രി മാഹാത്മ്യം പറയാണ്. ഇതിൽ ഈ ദ്വാദശസ്കന്ധത്തിൽ ചില വിശേഷങ്ങളും കൂടി ഇല്ല. അത് ഞാൻ ഉത്തരത്തിൽ പറയാം. സന്ധ്യാസു അർഘദാനം ച ഗായത്രീ ജപമേവ സഹസ്രഹൃദയം പൂവൻ സുരൈ പൂജ്യോ ഭവൻ മുനെ. സന്ധ്യയില് അർഘ്യം കൊടുക്കണം ഗായത്രി ചൊല്ലിയിട്ട്. അപ്പോൾ ഈ അത് ദേവിക്ക് ഏറ്റവും സദാചാരത്തില്, ആചാരാനുഷ്ഠാനത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സന്ധ്യാവന്തനാണ്. മറ്റു എല്ലാ പല പല ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും വിശേഷം സന്ധ്യാവന്തനമാണ് എന്ന് പറയും. ന്യാസാൻ കരോതുമാവ. പിന്നെ ഗായത്രി ചൊല്ലുന്നതിന് ന്യാസങ്ങൾ ഓരോ വർണ്ണത്തിനും ന്യാസം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ന്യാസാൻ കരോതുമാവ, ന്യാസാൻ കരോതു വാ മാ വാ ഗായത്രീമേവ ചക്ഷസൽ ധ്യാത്വാ നിർവ്യാജയാവൃത്യാ സഖ്യല അനന്തരൂപിണീം യദക്ഷരൈക സംസിദ്ധേ സ്പർദ്ധതേ ബ്രാഹ്മണോത്തമ ഹരിശങ്കര കഞ്ചോത്ഥ സൂര്യചന്ദ്രഹുരാശനൈഃ അഥാത ശ്രൂയതാം ബ്രഹ്മൻ വർണ്ണ ഋഷ്യാദികാം തഥാ ഛന്ദാംസി ദേവതാസ്തദ്വൽ ക്രമാത് തത്വാനി ചൈവഹി. ഓരോ വർണ്ണത്തിന്റെയും ഛന്ദസ്, ദേവത, അതിന്റെ തത്വം. വാമദേവോ. അപ്പോ ത എന്നുള്ള വർണ്ണത്തിന്റെ ഋഷി വാമദേവൻ ആണ്. അത്രി വി എന്നുള്ളതിന്റെ അത്രിയാണ്. തു എന്നുള്ളതിന്റെ വസിഷ്ഠനാണ്. വ എന്നുള്ളതിന്റെ ശുക്രനാണ്. പിന്നെ അടുത്തതിന്റെ കണ്ണൻ ആണ്. പിന്നെ പരാശരനാണ്. ഇങ്ങനെ ക്രമത്തിൽ വിശ്വാമിത്രോ മഹാതേജാഹ. അത് പ്രത്യേകിച്ച് പറയണം. അതാണ് വിശ്വാമിത്രോ മഹാതേജാഹ കപില ശൗനകോ മഹാൻ എന്നുണ്ട്. ഇവിടെ വിശ്വാമിത്രോ മഹാതേജാഹ എന്നുള്ളത് മഹാതേജസ് എന്നുള്ളൊരു വിശേഷണവും കൊടുത്തിട്ടുണ്ട്. ഗായത്രിയുടെ മറ്റേ ദ്രഷ്ടാവായിട്ടുള്ള ഋഷി വിശ്വാമിത്രനാണ്. അത് ഇവിടെ നി എന്നുള്ളതിന്റെ ആറാമത്തെ അതിന് മഹാതേജാഹ എന്നുള്ളത് അത് വിശ്വാമിത്രനോടുകൂടി അന്വയിക്കണം, കപിലനോടുകൂടി അല്ല വേണ്ടത് എന്ന് ഈ ദേവ്യഭാഗവതത്തിന്റെ വ്യാഖ്യാനമായിട്ടുള്ള നീലകണ്ഠീയത്തിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെ വിശ്വാമിത്രോ മഹാതേജ കപില ശൗനകോ മഹാൻ യാജ്ഞവൽക്യോ ഭരദ്വാജോ യമരഗ്നിസ്തവോ നിധി ഗൗതമോ മദ്ഗലശ്ചൈവ വേദവ്യാസസ്തവോ മഹ അഗസ്ത്യ കൗശികോ വത്സ പുലസ്ത്യോ മാണ്ഡുകാസ്തഥാ ദുർവാസാസ്തപസാം ശ്രേഷ്ഠോ നാരദ കശ്യപസ്തഥാ ഇത്യേതേ ഋഷയഃ പ്രോക്താ വർണ്ണാനാം ക്രമശോ മുനേ ഗായത്രിഷ്ടിനനുഷ്ഠുപ്തമിഹതീ പങ്ക്തിദേവ. ഇനി ഛന്ദസ്സുകൾ. ദൃഷ്ടപം ജഗതീ ദൈവ തഥാതി ജഗതീമത ചക്വരീതാധൃതിസ്തവ
ധൃതിസ്തഥാ വിരാട് പ്രസ്ഥാരപങ്ക്തിശ്ചാകൃതി പ്രകൃതിരാകൃതി വികൃതി സംകൃതി ചൈവ അക്ഷരപങ്ക്തിസ്തഥൈവ ഭൂർഭുവസ്വരിതി ഛന്ദസ്തഥാ ജ്യോതിഷ്മതി സ്മൃതം ഇത്യേതാനി ച ഛന്ദാംസി കീർത്തിതാനി മഹാമുനെ. ഓരോ വർണ്ണങ്ങളുടെയും 24 വർണ്ണങ്ങളുടെയും ഛന്ദസ് ദൈവതാനി ശൃണു പ്രാജ്ഞാതേഷാമേവാനുപൂർവശ. ഇനി ദേവതകളെ ആഗ്നേയം പ്രഥമം പ്രത്തം പ്രാജാപത്യം ദ്വിതീയകം തൃതീയം ച തഥാ സൗമ്യം ഈശാനം ച ചതുർത്ഥകം സാവിത്രം പഞ്ചമം പ്രോക്തം ഷഷ്ഠമാദിത്യദൈവതം ബാർഹസ്പത്യം സപ്തമം തു മൈത്രാവരുണമഷ്ടമം നവമം ഭഗദൈവത്യം ദശമം രാജ്യമേശ്വരം അയ്യമാവ്. ഗണേശമേകാദശകം ത്വാഷ്ട്രം ദ്വാദശകം സ്മൃതം പൗഷ്ണം ത്രയോദശം പുഷ്പമേന്ദ്രാത്മം ചതുർദശം വായവ്യം പഞ്ചദശകം വാമദൈവം ച ഷോഡശം മൈത്രാവരുണിദൈവത്യം പ്രോക്തം സപ്തദശാക്ഷരം അഷ്ടാദശം വൈശ്വദേവോനവിംശം തു മാതൃകം വൈഷ്ണവം വിംശതിതമം വസുദൈവതമീരിതം ഏകവിംശതി സംഖ്യാകം ദ്വാവിംശം രുത്വസൈവതം ത്രയോവിംശം ചകൗബേരമശ്വിനം തത്വസംഗ്രഹം തത്വസംഖ്യകം ചതുർവിംശതി വർണ്ണാനാം ദേവതാനാം ച സംഗ്രഹ. ഈ ഓരോ ഈ വർണ്ണങ്ങൾക്കും ഉള്ള ദേവതമാരാണ് ഇവിടെ പറഞ്ഞത്. കഥിത പരമശ്രേഷ്ഠ മഹാപാപൈക ശോധന യഥാകർമ്മമാത്രേണ സാംഗം വ്യാപ്യഫലം മുനെ. ഇത് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഒരു ജപിച്ച ഫലം കിട്ടും എന്ന് പറയുന്നു. അതായത് അത് ജപിച്ചില്ലെങ്കിൽ അല്ല, ഇത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതിൽ ഇത് മാഹാത്മ്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ആ മന്ത്രത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ പ്രശംസിച്ച് പറയുകയാണ്. അല്ലാണ്ട് ഇത് അറിയില്ലാത്തവരുടെ ഇത്ര നാളും ചെയ്തതൊക്കെ വെറുതെ ആയി എന്ന അർത്ഥമല്ല എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടി പറയുന്നതും താല്പര്യം. ഇത് ശ്രീമദ് ദേവി ഭാഗവത മഹാപുരാണേ അഷ്ടാദശസഹസ്രാം സംഹിതായാം ദ്വാദശസ്കന്ധേ ഗായത്രി വിചാരോ നാമ പ്രഥമോധ്യായ. ഇങ്ങനെ 1ാമത്തെ അധ്യായത്തിലെ വിഷയം ആണ് ഇവിടെ പറഞ്ഞത്. ഇനി 2ാമത്തെ അധ്യായത്തില് ഈ വലിയ വ്യത്യാസങ്ങളില്ല. അതില് ആകെ 18 ശ്ലോകങ്ങളാണുള്ളത്. അതില് ഈ 24 വർണ്ണങ്ങളുടെയും ശക്തി ബീജം തുടങ്ങിയിട്ടുള്ളതൊക്കെ പറയാം. അപ്പോ ഓരോ തുടങ്ങിയിട്ടുള്ളതായ ക്രമത്തിലുള്ള വർണ്ണങ്ങളുടെ ശക്തി എന്താണ്, ബീജം എന്താണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പറയുന്നു. അപ്പൊ അതാണ് ഇവിടെ 2ാമത്തെ 18 ശ്ലോകങ്ങളുണ്ട്. അതിനെ വിസ്തരിക്കുന്നത്. പിന്നെ അതുപോലെ ഓരോ വർണ്ണങ്ങള് തുടങ്ങിയിട്ടുള്ള വർണ്ണങ്ങൾക്കും ഉപാസകൻ ധ്യാനിക്കുമ്പോൾ എന്താണ് വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം എന്ന് പറയട്ടെ. ആ നിറം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു വർണ്ണത്തിനെ ധ്യാനിക്കുമ്പോൾ തന്നെ ആ വർണ്ണത്തിന്റെ ഋഷ്യാദികളെ മനസ്സിലാക്കണം. ആ വർണ്ണത്തിന്റെ നിറം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങള് 2ാമത്തെ അധ്യായത്തില് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ വളരെ 2 ശ്ലോകം മാത്രമേ വായിക്കാനുള്ളൂ. ഇതുപോലെ തന്നെ പോകുന്നതാണ്. കാരണം ഇനി ഇത്തരത്തിൽ വിസ്തരിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ഗ്രന്ഥ പൂർത്തിക്ക് വേണ്ടിയിട്ട് 2 ശ്ലോകങ്ങൾ വായിക്കണമെന്ന് മാത്രം. അതായത് അധ ദ്വിതീയോധ്യായ ശ്രീനാരായണ ഉവാച വർണ്ണാനാം ശക്തയ കാശ്ച മഹാമുനെ വാമദേവി പ്രിയ സത്യ വിശ്വ ഭദ്രവിലാസിനി പ്രഭാവതി ജയ ശാന്ത കാന്ത ദുർഗ സരസ്വതി വിദ്രുമാച വിശാല ഈശ വ്യാപിനി വിമല തഥാ താമോപഹാരിണി സൂക്ഷ്മ വിശ്വരൂനർജയാവശ പത്മാലയാ പരാശോഭ ഭദ്രാച ത്രിപദ സ്മൃത ചതുർവംശതി വർണ്ണാനം ശക്തയ സമുദാഹൃത. ഇതാണ് വാമദേവി തുടങ്ങിയിട്ടുള്ളതായ ശക്തികളാണ് ഈ ഓരോ ക്രമത്തിൽ 24 വർണ്ണങ്ങൾക്കും എന്നുള്ളതാണ് 2ാമത്തെ അധ്യായത്തില് പറയുന്നത്. ഇത് ശ്രീമദ് ദേവി ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസഹസ്രാം സംഹിതായാം ദ്വാദശസ്കന്ധേ ഗായത്രി ശക്ത്യാദി പ്രതിപാദനം നാമ ദ്വിതീയോധ്യായ. ഇത് പിന്നെ പോരാ, 2ൽ വേറൊരു കാര്യം കൂടി പറയുന്നത് മുദ്രകളും പ്രധാനപ്പെട്ടതാണ്. ഓരോ വർണ്ണങ്ങൾക്കും വേണ്ടതായിട്ടുള്ള മുദ്രകൾ. മുദ്ര എന്നുള്ള വാക്കിന് തന്നെ ബുധം രാധി ഇതി മുദ്ര എന്നാണ്.
അത് ദേവനെ സന്തോഷമുണ്ടാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് മുദ്ര എന്നുള്ളത് പേര് വന്നത് എന്ന് ഒരു അമ്പുലിംഗ മഹാമുദ്ര സ്തുര്യരൂപ പ്രകൃതിര എന്നൊരു പറയുന്നുണ്ട്. അപ്പൊ അത് മുദ്ര പൂജാദികളില് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓരോ വർണ്ണത്തിന്റെയും മുദ്രകളും ഇന്നതാണ് വേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഗായത്രിയുടെ 24 അക്ഷരങ്ങളുടെയും ഒരു വർണ്ണങ്ങളുടെ പറഞ്ഞു. ഇനി മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ ദേവിമാഹന്റെ സപ്തഹിതയ്ക്ക് ചെല്ലുമ്പോൾ മറ്റേ കവചം, അർഗളം, കീലകം തുടങ്ങിയിട്ടുള്ള സ്തോത്രങ്ങൾ, അർഗള സ്തോത്രം, കീലക സ്തോത്രം, കവച സ്തോത്രം തുടങ്ങിയിട്ടുള്ളതൊക്കെ ചെല്ലാറുണ്ട്. അതുപോലെ ഗായത്രിക്കും അർഗളം, കവചം, അർഗളം, കീലകം എന്നുള്ള 3 സ്തോത്രങ്ങളുണ്ട്. അതിൽ ആ കവചം എന്നുള്ള സ്തോത്രം എന്താണ്? ധ്യാനം വേണം. അപ്പൊ ആ കവചം എന്നുള്ളതാണ് അടുത്ത 3-ാമത്തെ അധ്യായത്തില് പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ ആകെ 25 ശ്ലോകങ്ങളാണുള്ളത്. അതില് അത് ഗായത്രി കവചം ഒരു സ്തോത്രം തന്നെയാണ്. അപ്പൊ അതിനെ വിസ്തരിക്കുന്നതാണ്. ഞാൻ അതിന്റെ ആ നാരദന്റെ ചോദ്യം പറയാം. സ്വാമൻ സർവജഗന്നാഥ സംശയോസ്തി മമ പ്രഭോ ചതുഷ്ഷഷ്ടി കലാഭിജ്ഞ പാതകാദ്യോഗവിദ്വര മുച്യതേ കേന പുണ്യേന ബ്രഹ്മരൂപ കഥം ഭവേത്. പാതകങ്ങളിൽ നിന്ന് മുക്തനായിട്ട് എങ്ങനെ ബ്രഹ്മസ്വരൂപനായി തീരും എന്ന്. ദേഹസ്ഥ ദേവതാരൂപവും മന്ത്രരൂപവും വിശേഷണ കർമ്മതച്ഛോതുമിച്ഛാമി ന്യാസം ച വിധിപൂർവകം. അതിന്റെ ന്യാസം എന്താണെന്ന് അറിയണം. ഋഷിച്ഛന്തോ ദൈവതം ച ധ്യാനം ച വിധിവത് വിഭോ എന്ന് നാരദന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നു. അത്യേകം പരമം ഗുഹ്യം ഗായത്രീ കവചം തഥാ പഠനാൻ ധാരണാൻ മർത്യ സർവപാപൈ പ്രമുച്യതേ. അത് ഈ കവചം പഠിക്കുകയും ഓർത്തു വെക്കുകയും ചെയ്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി തീരും എന്ന് പറയുന്നു. സർവാൻ കാമാൻ ഫലശ്രുതി സർവാൻ കാമാനവാപ്നോതി ദേവീരൂപശ്ച ജായതേ ഗായത്രീ കവചസ്യാസ്യ ബ്രഹ്മവിഷ്ണു മഹേശ്വരാഹ ഋഷയ. ഗായത്രീ കവചത്തിന്റെ ഋഷിമാര് ബ്രഹ്മ വിഷ്ണു രുദ്രാഹ. ഇനിയോ ഋഗ്യജുസാമാധർവച്ഛന്ദാംസി. കവചത്തിന് ബ്രഹ്മവിഷ്ണു രുദ്രാ ഋഷയ. അഥർവാണി ഛന്ദാംസി. ബ്രഹ്മദേവത പരബ്രഹ്മസ്വരൂപിണി ഗായത്രി ദേവത എന്നുള്ളതാണ് ഇതിന്റെ ഋഷി ദേവതാ ഛന്ദസ്സുകൾ. ഇനി അതുപോലെ കവചം, കീലകം സ്തോത്രം പറയുന്നുണ്ട്. ഇനി ഗായത്രിയുടെ ധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഗായത്രി? ദേവിയായിട്ടുണ്ട്, ദേവിയുടെ ഒരു സ്വരൂപമാണ്. എന്താണ് ധ്യാനം? അതും മനസ്സിലാക്കേണ്ടതാണ്. അഥ ധ്യാനം പ്രവക്ഷ്യാമി സാധകാഭീഷ്ടദായകം. ആ സാധകനെ ഗായത്രിയുടെ സ്വരൂപം ചിന്തിക്കണമെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലാവണം. അപ്പൊ ഓരോ മന്ത്രങ്ങൾക്കും അതാത് ദേവതമാരെ ധ്യാനിക്കാൻ ഓരോരോ പ്രകാരങ്ങളുണ്ട്. ആ ഗായത്രിയുടെ സ്വരൂപം എന്താണെന്നുള്ളതാണ് പറയുന്നത്. മുക്താവിദ്രുമ ഹേമനീല ധവളഛായൈർമുഖൈ സ്ത്രീക്ഷണൈഃ യുക്താം ഇന്ദുനിബദ്ധ രത്നമുകുടാം തത്വാർത്ഥവർണ്ണാത്മികാം. യുക്താം ഗായത്രീം വരദാഭയാങ്കുശകശാഹ ശുഭ്രം കപാലം ഗുണം ശംഖം ചക്രമധാരവിന്ദയുഗളം ഹസ്തൗവഹന്തീം ഭജേ. അതെന്ന് വിസ്തരിക്കാൻ ഞാൻ അർത്ഥം. മുക്താവിദ്രുമ ഹേമ നീലധവളഛായൈഃ മുഖൈഃ. മുക്ത മുത്ത്, വിദ്രുമം പവിഴം, ഹേമം സ്വർണം. അപ്പൊ വെളുപ്പും ചുമപ്പും മഞ്ഞ നിറത്തിലുള്ളതുമായ മുക്താവിദ്രുമ ഹേമ നീലധവളഛായൈഃ. ഈ മുക്തയുടെയും ഇതിന്റെ 3 നിറങ്ങളും കൂടി ചേർന്നിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തില്ല, 3 അല്ല. അപ്പൊ
അപ്പൊ മുക്ത വിദ്രുമ ഹേമ നീല ധവളം അഞ്ച് മുഖം. ആ 5 മുഖം ഒന്ന് മുത്തിന്റെ വെളുത്ത നിറം, മറ്റൊന്ന് പഴുവത്തിന്റെ നിറം, പിന്നെ മഞ്ഞ നിറം, പിന്നെ നീല നിറം, പിന്നെ വെളുത്ത നിറം. ഇങ്ങനെ 5 മുഖങ്ങളുണ്ട്. പിന്നെയോ ത്രിക്ഷണൈഹി 3 കണ്ണുകളുണ്ട്. യുക്താം ഇന്ദു നിബദ്ധ രത്നമുകുടാം തലയില് ചന്ദ്രക്കലയോട് കൂടിയിട്ടുള്ളതായ ഒരു രത്ന കിരീടമുണ്ട്. ശുഭ്രം പിന്നെയോ തത്വാർത്ഥ വർണ്ണാത്മികം തത്വാർത്ഥമായ വർണ്ണം, അതായത് 24 വർണ്ണത്തോടു കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇനിയോ ഗായത്രീം വരദാഭയാങ്കുശകശാഹ വരദം അഭയം അങ്കുശം കശ കപാലം ഗുണം എന്ന് പറഞ്ഞ പാശം ശംഖം ചക്രം പിന്നെ 2 താമരപ്പൂവ് 2 കൈകളിലായിട്ട് 2 താമരപ്പൂവ് ഇങ്ങനെ 10 കൈകളില് മറ്റേ ഹസ്തവും വഹന്തിയും ഭഗേ അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഗായത്രി ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ഗായത്രിയുടെ ധ്യാനം. ഇങ്ങനെ ഇതം കവചം ദിവ്യം ബാധാശതവിനാശനം ചതുഷ്ഷഷ്ടി കലാവിദ്യാദായകം മോക്ഷകാരകം മുച്യതേ സർവപാപേഭ്യ പരം മുച്യതേ സർവപാപേഭ്യ പരം ബ്രഹ്മാധിഗച്ഛതി എന്ന് ഗായത്രി കവചം. ഇത് ശ്രീമദ് ദേവീ ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസഹസ്രസംഹിതായാം ദ്വാദശസ്കന്ധേ ഗായത്രി മന്ത്ര കവചവർണ്ണനം നാമ തൃതീയോധ്യായ. അങ്ങനെ 3-ാമത്തെ. ഇനി 4-ാമത്തെ അധ്യായത്തില് ഗായത്രി ഹൃദയ സ്തോത്രം എന്നുകൊണ്ട് ഒരു സ്തോത്രമുണ്ട്. ആ സ്തോത്രം ആ അധ്യായത്തിലാണെങ്കിൽ ആകെ 8 ശ്ലോകങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ ന്യാസം തന്റെ ക്രമമാണ് പറയുന്നത്. അപ്പൊ അഥ ചതുർത്ഥോധ്യായ നാരദ ഉവാച ഭഗവൻ ദേവദേവേശ ഭൂതഭവ്യ ജഗൽപ്രഭോ കവചം ശ്രുതം ദിവ്യം ഗായത്രീ മന്ത്രവിഗ്രഹം അധുനാ ശ്രോതുമിച്ഛാമി ഗായത്രീ ഹൃദയം പരം യധാരണാത് ഭവൽ പുണ്യം ഗായത്രീ ജപതോഖിലം. അതായത് ഞാൻ കവരവും ധ്യാനമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഗായത്രി ഹൃദയം എന്താണെന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് നാരദൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നതാണ് ദേവ്യാശ ഹൃദയം പ്രാപ്തം. നാരദ അഥർവ ശ്രുതിയിൽ പഠിക്കുന്ന ഒരു മന്ത്രം സ്തോത്രമാണത്. അതുകൊണ്ട് അത് ഞാൻ രഹസ്യകം രഹസ്യത്തിലും രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ അത്യന്തം ശ്രദ്ധയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ഗായത്രി ഹൃദയത്തെയാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിന്റെ ന്യാസം പറയുന്നുണ്ട്. ദന്തമക്തൗ അശ്വനൗ ഉഭയസന്ധ്യേരോ, അത് ഗദ്യരൂപേണയാണ്. ഉഭയസന്ധ്യേരോഷ്ടൗ മുഖമഗ്നേ ജിഹ്വാ സരസ്വതി ഗ്രീവായാം തു ബൃഹസ്പതി സനയോർവസവോഷ്ടൗ ബാഹ്വോർമരുത എന്നിങ്ങനെ പോകുന്നു. അപ്പോ ധ്യാനം ഗായത്രി ഹൃദയവും അതിന്റെ ന്യാസപ്രകാരവും 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഇനി ഇത് ശ്രീമദ് ദേവീ ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസഹസ്രം സംഹിതായാം ദ്വാദശസ്കന്ധേ ഗായത്രി ഹൃദയം നാമ ചതുർത്ഥോധ്യായ എന്ന് പറഞ്ഞു. ഇനി 5-ാമോധ്യായം. അതും ഇതുപോലെ തന്നെ ഒരു സ്തോത്രമാണ്. അത് ഗായത്രി സ്തോത്രം എന്നാണ് അതിന്റെ പേര്. 5-ാമത്തെ അധ്യായം മുഴുവൻ അത് ഈ ഗായത്രിയുടെ മഹിമ പറയുന്നതായ ഒരു സ്തോത്രം. അതും അഥ 5-ാമോധ്യായം ഭക്താനുകമ്പിൻ സർവജ്ഞ ഹൃദയം പാപനാശനം ഗായത്രിയാ കഥിരം തസ്മാത് ഗായത്രിയാ സ്തോത്രമേരയ. കവലവും അതുപോലെ മറ്റേ ഈ ഹൃദയമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഗായത്രി സ്തോത്രം എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ 5-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ഗായത്രി സ്തോത്രം എന്താണെന്നും പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ അതിന്റെ ഫലശ്രുതിയും കൂടി പറയുന്നുണ്ട്. ശൃണുയാത്യോപി തദ്ധത്യ സതപാൽ പ്രമുച്യതേ പീയൂഷ സദൃശം വാക്യം സന്ധ്യോക്തം ഹൃദയരിതം യത്ര പുത്ര ജലേമഗ്ന സന്ധ്യാമഗ്നജം ഫലം ലഭതേ നാത്ര സന്ദേഹ സത്യം സത്യം ജന ഹൃദയ. ഇങ്ങനെ ഫലശ്രുതി കുറെ ശ്ലോകങ്ങൾ കൊണ്ടാണ് പറയുന്നത്. അപുത്ര പ്രാപ്നുയാൽ പുത്രം ധനാർത്ഥേ ധനമാപ്നുയാൽ
പുത്രൻ ഇല്ലാത്തവന് പുത്രൻ ഉണ്ടാവും, ധനം വേണ്ടവന് ധനം ഉണ്ടാവും. അതുപോലെ സർവതീർത്ഥ തപോദാന യജ്ഞ യോഗഫലം ലഭൽ, എല്ലാ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിച്ച ഫലം ഉണ്ടാവും എന്ന് ഈ ഗായത്രി സ്തോത്രം ചൊല്ലിയാലുള്ള ഫലത്തിനെയും കൂടി വിവരിച്ച് 29 ശ്ലോകങ്ങളിൽ കൊണ്ട് 5ാമത്തെ അധ്യായം എഴുതിനാകും. ഇനി 6ാമത്തെ അധ്യായം, അത് 165 ശ്ലോകങ്ങളുണ്ട് 6ാമത്തെ ശ്ലോകത്തിൽ. അതില് സാധാരണ ഇപ്പോ മിക്കവരും കേൾക്കാത്ത ഒരു സഹസ്രനാമാണ് പറയുന്നത്. സഹസ്രനാമം പലതരത്തിലും ഇപ്പൊ നമ്മുടെ വിഷ്ണു സഹസ്രനാമാണ് നമ്മുടെ ഇടയില് കേരളത്തില് ഏറ്റവും എല്ലാവരും നിത്യകർമ്മം പോലെ തന്നെ രക്ഷിച്ചു ചൊല്ലി വരുന്നതായിട്ടുള്ള സഹസ്രനാമം. ഈ ലളിതാ സഹസ്രനാമവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് കൂടാതെയും അനവധി സഹസ്രനാമങ്ങള് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശിവന്റെ സഹസ്രനാമം തന്നെ 2 3 2 ഭാരതത്തിലും അതുപോലെ രുദ്രയാമളം തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. വേദസാര ശിവസഹസ്രനാമം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുണ്ട്. ഇവിടെ അങ്ങനെയല്ലതല്ല. ഇനി ഗായത്രി ദേവിയുടെ ഒരു സഹസ്രനാമമുണ്ട്. അത് ഈ ദേവി ഭാഗവതത്തിന്റെ 12ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നതാണ്. 165 ശ്ലോകങ്ങളുണ്ട്. അത് നാരദൻ ചോദിക്കുന്നു, ഭഗവൻ സർവധർമ്മജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രുതി സ്മൃതി പുരാണാനാം രഹസ്യം ത്വന്മുഖാശ്രുതം സർവപാപഹരം ദേവ യേന വിദ്യാ പ്രവർത്തതേ കേന വാ ബ്രഹ്മവിജ്ഞാനം കിന്തു വാ മോക്ഷസാധനം ബ്രാഹ്മണാനാം ഗതി കേന വാ മൃത്യുനാശനം ഐഹികാമുഷ്മികഫലം കേന വാ പത്മലോചന വക്തുമർഹസ്യ ശേഷേണ സർവം നിഖിലം അതിര. എന്തുകൊണ്ടാണ് ഏറ്റവും വലുതായിട്ടുള്ള ഗതി ഉണ്ടാവുക, എന്തുകൊണ്ടാണ് പാപങ്ങളൊക്കെ തീരുക, അങ്ങനെയുള്ളതായ ഗായത്രി സഹസ്രനാമ സ്തോത്രം എനിക്ക് പറഞ്ഞു തരണം എന്ന് നാരദന്റെ ചോദ്യം കേട്ടപ്പോൾ പറയുന്നു. അതിന്റെ ധ്യാനത്തോടൊക്കെ കൂടി പറയാം. അജാതാജമുഖാവാധാപ്യരവിന്ദനിഭാനന ഇത് അചിന്ത്യലക്ഷണ എന്നുള്ള ആദ്യത്തെ നാമധേയം. അചിന്ത്യലക്ഷണ അചിന്യ വിശ്വം വിഷ്ണു വഷത്കാരോ എന്ന് ഈ വിഷ്ണു സഹസ്രനാമത്തിലുള്ളതുപോലെ അചിന്ത്യലക്ഷണ വ്യക്താപ്യ അർത്ഥമാത്ര സഹോ മഹേശ്വരി അമൃതാത്മകമധ്യസ്ഥാപ്യ അഖിതാരാപരാജിത. ഇങ്ങനെയാണ് ഗായത്രിയുടെ സഹസ്രനാമം തുടങ്ങുന്നത്. അതിലൊരു വിശേഷമുണ്ട്. വിഷ്ണു സഹസ്രനാമം അതുപോലെ വിഷ്ണു സഹസ്രനാമം പോലെയോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പോലെയോ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലെ അക്ഷരത്തിന്റെ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അകാരാദി ക്ഷകാരാന്തം. അകാരാദി അതായത് ആ എന്നുള്ളത് നാമങ്ങളൊക്കെ പറയും, പിന്നെ ഈ എന്നുള്ളത് പറയും, പിന്നെ ഉ എന്നുള്ളത് പറയും. ഇങ്ങനെ ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് ആ ഗായത്രി സഹസ്രനാമം എന്നുണ്ട്. അത് 165 ശ്ലോകങ്ങളുണ്ട്. ഇതം രഹസ്യമമലം മയോധവ ബ്രഹ്മസായുജ്യം നൃണം സത്യം സത്യം സംശയ. ഇത് അത്യന്തം രഹസ്യമാണ്. അതുപോലെ ബ്രഹ്മസായുജ്യത്തിനെ തരുന്നതാണ്. അതുപോലെ എന്നൊക്കെ അതിന്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. ഫലശ്രുതിയൊക്കെ ഉണ്ട്. അതിന്റെ അവസാനം ഗായത്രി സഹസ്രനാമത്തിന്റെ അവസാനം വേദഗർഭാവരാരോഹ ശ്രീ ഗായത്രി പരാംബിക ഇത് സാഹസ്രം നാം ഗായത്രി ആശ്ചൈവ നാരദ പുണ്യദം സർവപാപഖം മഹാസമ്പത്തിദായകം ഏവം നാമാനി ഗായത്ര്യാഃ ദോഷോത്പത്തികരാണി ച
അഷ്ടമ്യന്തവിശേഷേണ പഠിതവ്യം ദ്വിജൈः സഹ ജപം കൃത്വാ ഹോമപൂജാധ്യാനം കൃത്വാ വിശേഷതഃ യസ്മൈ കസ്മൈ ന ദാതവ്യം ഗായത്ര്യാസ്തു വിശേഷതഃ സ്വഭക്തായ സുശിഷ്യായ വക്തവ്യം ഭൂസുരായ വഹി. അത് ആർക്കെങ്കിലും ഇത് ശ്രദ്ധയുള്ള ഒരാൾക്കല്ലാണ്ട് അശ്രദ്ധയുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് അതിന്റെ മാഹാത്മ്യം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. ഇതാണ് ഗായത്രി സഹസ്രനാമം എന്ന് പറയുന്ന 6ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിഷയം. ഇനി മന്ത്രങ്ങള് സിദ്ധി വരുത്തണമെങ്കിൽ അതനുസരിച്ചുള്ള ദീക്ഷ വേണം. ആ ഗായത്രിയുടെ സിദ്ധിക്ക് ജപം വേണം, ഹോമം വേണം, പല പല ക്രമങ്ങളും ഉണ്ട് ഇതിന്. അപ്പൊ ഇതിന് ഗായത്രിയുടെ സിദ്ധി വരുത്താനുള്ള ദീക്ഷാവിധി എന്താണെന്ന് നാരദൻ ചോദിക്കുന്നു 7ാമത്തെ അധ്യായത്തിൽ. ആ 7ാമത്തെ അധ്യായത്തിലാകെ 160ഓളം 155ഓളം ശ്ലോകങ്ങളുണ്ട്. ആ ദീക്ഷാവിധി വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ ശ്രുതം മാനസഹസ്രാഖ്യം ശ്രീ ഗായത്രിയാ ഫലപ്രദം സ്തോത്രം മഹോന്നതികരം മഹാഭാഗ്യകരം പരം അധുനാ ശ്രോതുമിച്ഛാമി ദീക്ഷാലക്ഷണമുത്തമം. ദീക്ഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ദിവ്യം ജ്ഞാനം ഹി യാദത്യാൽ കുര്യാത് പാപക്ഷയം തഥാ സൈവ ദീക്ഷേരി സംപ്രോക്ത വേദതന്ത്രം ശാരദൈഹി. ദിവ്യമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കും. അതുപോലെ ദി എന്നുള്ളതില് ആ ഒരു ആദ്യത്തെ വാക്കുകൊണ്ട് ദി എന്നുള്ള വാക്കുകൊണ്ട് ദിവ്യജ്ഞാനം തരുന്നതാണത്. ഇനി പിന്നത്തെ പദമാണ് വർണ്ണമാണ് ക്ഷ എന്നുള്ളത്. അത് ഭയം ഉണ്ടാക്കും. ദി എന്നുള്ള വർണ്ണം കൊണ്ട് ദിവ്യജ്ഞാനം തരുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ക്ഷ എന്നുള്ളത് വാക്കുകൊണ്ട് ക്ഷയം തരുന്നതാണ്. ക്ഷയം എന്തിന്റെ ക്ഷയമാണ് എന്നൊരു സംശയമുണ്ടോ? പാപത്തിന്റെ ക്ഷയം തരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ദീക്ഷ തന്നെ ദീക്ഷ. അപ്പൊ അങ്ങനെ ആ ദീക്ഷ എന്നുള്ള വാക്കിന്റെ നിരുക്തി ഇവിടെ പറയുന്നു. അത് ഈ 7ാമത്തെ അധ്യായത്തില് ദീക്ഷയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ ന്യാസം ഓം നമ ഇത് പ്രോച്ച ഞസേച്ഛരസി മന്ത്രവിൽ തുടങ്ങി അതും കുറെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് നോക്കേണ്ടതാണ്. അത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങള് വ്യക്തമാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഏതാണ് അതിന്റെ ഒരു സ്വരൂപം എന്ന് പറയാനേ നിവർത്തിട്ടു. ഇത് രാജൻ നാരദായ പ്രോക്ത സർവമനുത്തമം സമാധിമേരിതാക്ഷസ്തുതൗ ദേവീപദംബുജം നാരായണസ്തു ഭഗവൻ മുനേ വര്യശിഖാമണി നാരദോപി തതോ നത്വാ ഗുരും നാരായണം പരം ജഗാമസേ ദേവീ ദർശനലാലസ എന്ന അധ്യായം ഉപസംഹരിക്കുന്നു. ഇനി 8ാമത്തെ അധ്യായം. ഇവിടെ ഒരു കേനോപനിഷത്തിലെ ഒരു കഥ സൂചിപ്പിക്കുന്നുണ്ട്. കേനോപനിഷത്തില് 3ാമത്തെ അധ്യായത്തില് അസുരന്മാരെ ജയിച്ചു. അപ്പൊ അവിടെ ദേവന്മാര് എന്നിട്ട് വലിയ അഹങ്കാരം അവർക്ക് അസുരന്മാരെ ജയിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ അവര് ഓരോരുത്തരും വിചാരിച്ചു ഇത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ അവര് വിചാരിച്ച് അസ്മാകം എന്നാണ് വാക്യം കേനോപനിഷത്തിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഗമത്വം കൊണ്ടാണ് ഇത് അസുരന്മാരെ ജയിക്കാൻ പറ്റിയത് എന്നൊക്കെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഗ്നി അവിടെ ഒരു യക്ഷം എന്നാണ് പറയണത്. യക്ഷൻ എന്നല്ല, ഈ യക്ഷം എന്നുള്ള നപുംസനിക്കായിട്ടാണ് അവിടെ പറയുന്നത്. അതായത് ഒരു യക്ഷസ്വരൂപം എന്ന് പറയട്ടെ കണ്ടു. അപ്പൊ ഇത് എന്താണെന്ന് അറിഞ്ഞു വരാൻ വേണ്ടി ഇന്ദ്രൻ അഗ്നിയെ പറഞ്ഞയച്ചു. അപ്പൊ ഇന്ദ്രൻ അഗ്നി അവിടെ ചെന്ന് ചോദിച്ചു, ആരാണ് അങ്ങ്? അപ്പൊ പറഞ്ഞു, അവിടെ ചെന്നപ്പോ യക്ഷം ഇങ്ങോട്ട് ചോദിച്ചു, അങ്ങാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അഗ്നിയാണ് എന്ന് പറഞ്ഞു.
എന്താണ് സഖി അങ്ങക്ക്? എന്തും ദഹിപ്പിക്കും, എന്റെ മുമ്പിൽ വരണതിനൊക്കെ ദഹിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് അഗ്നി പറഞ്ഞു. എന്നാൽ ഇതൊന്ന് ദഹിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പുല്ല് ഇട്ട് കൊടുത്തു. ആ അഗ്നി അതിന്റെ എല്ലാ കഴിവും വെച്ച് പരീക്ഷിച്ചിട്ടും അതിനെ ദഹിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അഗ്നി തോറ്റ് ഈ ഇന്ദ്രന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു യക്ഷൻ ആണ്, അത് പുല്ലിട്ട് തന്നു, എനിക്ക് അത് ദഹിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ എന്നാ തനിക്ക് പറ്റിയിരിക്കുന്ന ഒരു കളിക്കുക, എന്നാ വായുവിനെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു. വായുവിനെ പറഞ്ഞയച്ചു. വായു അവിടെ ചെന്നപ്പോഴും യക്ഷൻ ചോദിച്ചു, ആരാണ്? ഞാൻ വായുവാണ്. എന്താണ് അങ്ങക്ക് പറ്റുക? എനിക്ക് എന്ത് സാധനവും എന്റെ മുമ്പിൽ വന്നതിന് ഞാൻ പറത്തിക്കളയും, എന്നാ ഇതിനെ ഒന്ന് പറത്തു എന്നും പറഞ്ഞ ഒരു പുല്ല്, ഇത് മുമ്പിലത്തെ പുറത്തുള്ള ഒരു പുല്ലിട്ടു. അതിനെ ആ വായു ഭഗവാൻ എത്ര ശ്രമിച്ചിട്ടും അനക്കാൻ പോലും പറ്റിയില്ല. ഇങ്ങനെ അത് തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എന്നാ ഞാൻ തന്നെ പോയി നോക്കിക്കളയാം എന്ന് ചെന്നപ്പോ, അവിടെ നോക്കാനായിട്ട് ചെന്നപ്പോൾ ആകാശത്ത് എന്നൊരു ശബ്ദം കേട്ടു. ഈ യക്ഷത്തിനെ കാണാനില്ല. ആകാശത്ത് നിന്ന് ദേവി ഹൈമവലി ആകാശത്ത് നിന്ന് അശരീരി ശബ്ദം കേട്ടു. ഇത് യക്ഷമാണ്, ബ്രഹ്മമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു കഥ പുരാണത്തിലല്ല, ഉപനിഷത്തില്, കേനോപനിഷത്തില് പറയുന്നുണ്ട്. ആ കഥയുടെ ഒരു ചുരുക്കം തന്നെയാണ് ഇവിടെയും പറയണത്. ആ പറയണത് ഇപ്പൊ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഭാഗം, യക്ഷം ആണ് ഇത് എന്ന് പറഞ്ഞു കൊടുത്തത് അശരീരി വാക്കാണ്, ദേവി ഹൈമവതി. അപ്പോൾ വിദ്യ, അതായത് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിദ്യയാണ്. വിദ്യ കൊണ്ടാണ് ബ്രഹ്മത്തിനെ അറിയുന്നത്. യക്ഷം ബ്രഹ്മമാണ് എന്ന് അറിഞ്ഞത് ഈ അശരീരി വാക്കായിരിക്കുന്ന ഹൈമവതിയായിരിക്കുന്ന ദേവിയുടെ വാക്കുകൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ബ്രഹ്മ വിദ്യയെ ആചാര്യ വാക്കുകൊണ്ടാണ് അറിയണത്. ആ ആചാര്യവാക്കിനെ ശ്രദ്ധിച്ചപ്പോൾ ഇന്ദ്രന് ഈ യക്ഷം ആരാണെന്ന് മനസ്സിലായി, ബ്രഹ്മത്തിനെ കുറിച്ച് മനസ്സിലായി എന്നുള്ള ഒരു സൂചനയും കൂടി അവിടെ ഉണ്ട്. അത് ആചാര്യസ്വാമികള് ആ ഭാഷ്യത്തിന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ കഥ. അത് ഒന്ന് വിസ്തരിച്ചുണ്ട് എങ്കിലും അത് ഞാനിന്ന് മറ്റേ അഷ്ടമോധ്യായ അത് 92 ശ്ലോകങ്ങൾ ഉണ്ടായില്ല. എല്ലാം വായിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. പക്ഷെ അതിൽ ദേവിയുടെ അവതാരം വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കുറച്ച് ഭാഗങ്ങൾ പറയാം. തസ്മിന്നേവക്ഷണേ ജാത വ്യോമവാണി നഭസ്ഥലേ. ആ സമയത്ത് വ്യോമവാണി ആകാശവാണി കേട്ടു. മായാബീജം സഹസ്രാക്ഷ ജപതേന സുഖീ ഭവ തതോ ജാപ പരമം മായാബീജം പരാൽപരം ലക്ഷപരുഷം നിരാഹാരോ ധ്യാനമീരിതലോചന. ഇന്ദ്രൻ അകസ്മാത് ചൈത്രമാസീയമവമ്യം മധ്യകേരവോ തദേവാഭിരഭോ തേജസ്തസ്മിന്നേവ സ്ഥലേ പുനഃ തേജോ മണ്ഡലമധ്യേതു കുമാരിം നവയൗവനം ഭാസ്വജഭാപ്രസൂനാഭ്യം ബഹലകോടിരവിപ്രഭം ബാലശീലാംശുമുകുടാം വസ്ത്രാന്തർവിദ്യതസ്ഥനിം തദുർഭരുവരഹസ്തൈസ്തോ വരപാശാങ്കുശാഭയൻ ദധാനാം രമണീയാംഗിം കോമളാംഗലതാം ശിവം ഭക്തകൽപദ്രുമാലംബം നാനാഭൂഷണഭൂഷിതം ത്രിനേത്രം മല്ലികാമാലാകബരീജൂഢശോഭിതം ചതുർവേദയോർമൂർത്തിമദ്ഭിരഭിഷ്ടുതം ദന്തക്ഷടാഭിരഭിരാ പത്മരാഗീകൃതക്ഷമം പ്രസന്നസ്മേരവദനം കോടികം ദർപ്പസുന്ദരം രക്താംബരപരീധാനം രക്തന്തരതക്ഷിതം ഉമാഭിധാനം പുരതോ ദേവീം ഹൈമവതീം ശിവാം. ഉമ എന്നു പേരുള്ളതായ ഹിമവൽപുത്രിയായിരിക്കുന്ന ദേവിയെ പുരത മുമ്പിൽ കണ്ടു. ഉമാഭിധാനം പുരതോ ദേവീം ഹൈമവതീം ശിവാം നിർവ്യാജകരുണാമൂർത്തിം. അവിടെ എങ്ങനെയുള്ളതാണ്? നിർവ്യാജകരുണാമൂർത്തിം സർവകാരണകാരണം വാസവൻ കണ്ടു. തത്ര പ്രേമഗദ്ഗതിതാന്തര. എന്നിട്ടോ പ്രേമാശ്രപൂർണനയനോ രോമാഞ്ചിതനുസ്തര.
ദണ്ഡവൽ പ്രണമാമാധ വഴി ഇതോട് ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ടോ പാതയോ ജഗതീശ്വരു ആ ദേവിയുടെ കാലിൽ നമസ്കരിച്ചു. തുഷ്ട വിവിധ സ്തോത്ര ഈ ഭക്തി സങ്കടഗന്ധര ഉവാച പരമ പ്രീതാക്കിമിതം യക്ഷമിത്യവി ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇത് യക്ഷമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാതർഭൂതം ജഗസ്മാത് സർവം ശോഭനെ ഇത് തസ്യവരാകരുണാർണവ എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു കൊടുക്കുന്നു. രൂപം മരീയം ബ്രഹ്മൈത സർവകാരണ കാരണം, ഇത് എന്റെ എല്ലാത്തിന്റെയും കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള എന്റെ ഒരു സ്വരൂപമാണ്. മായാധൂതം ധൂ സർവസാധ്യ നിരാമയം. ഇങ്ങനെ ആ ബ്രഹ്മത്തിനെ വർണ്ണിക്കുന്നതോടുകൂടി ആ അധ്യായത്തിന്റെ പ്രമേയം ഏറെക്കുറെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇനി ഇതാണ് ഇനി ശ്രീമദ് ദേവീ ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസാഹസ്രം സംഹിതായാം ദ്വാദശസ്കന്ധേ പരാശക്തേ ആവിർഭാവവർണ്ണം എന്നാണ് അഷ്ടമോധ്യായ. പരാശക്തിയുടെ ആവിർഭാവത്തിനെ വർണ്ണിക്കുന്നതാണ് ഈ 8ാമത്തെ അധ്യായം. ഇനി 9ാമത്തെ അധ്യായം അത് അതും ഒരു ചെറിയൊരു കഥ തന്നെയാണ് പറയട്ടെ. അതായത് ഗൗതമന്റെ ഒരു ശാപം പ്രസിദ്ധമാണ്. അത് ആ കഥ ചുരുക്കി എന്ന് പറഞ്ഞിട്ട് വേണ്ട സ്ഥലങ്ങളിൽ നിന്നും എടുത്തു പറയാം. ഒന്നാമത്തെ ഒരു കാലത്ത് നാട്ടിൽ മുഴുവൻ വല്ലാത്ത അനാവൃഷ്ടി ഉണ്ടായി. ദാരിദ്ര്യം ഉണ്ടായി. മഴയില്ല, ഒരു സ്ഥലത്തും മഴയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്ത ജനങ്ങൾ വല്ലാതെ ദുഃഖിച്ചു, വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗായത്രി ഉപാസകനായിട്ടുള്ള ഗൗതമനെ മാത്രം ഇത് കുഴപ്പമില്ല. അപ്പൊ മറ്റു ദേവതമാരെ ഉപാസിക്കുന്നവർക്കൊക്കെ ഈ അനാവൃഷ്ടിയുടെ ദോഷഫലം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഗൗതമന് ഒരു വിഷമമില്ല, അവിടെ സുഖിക്കണം. അപ്പൊ എല്ലാവരും കൂടി ഗൗതമന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഗൗതമൻ അവിടെ എല്ലാവർക്കും വേണ്ട തരത്തിലുള്ള ഭക്ഷണം ഒക്കെ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച് ഗായത്രി ദേവിയെ സ്തുതിച്ചു. ഗായത്രി ദേവി ഓരോരുത്തർക്കും പറയണ്ടായത് ധനം ധാന്യം ഭൂഷണാനി വസനാനി തരവു ബുധ ഗോ മഹേഷ്യാനി പഥവോ നക്കറ പൂർണ്ണമാക്കുക. മറ്റേ പണം വേണ്ടവർക്ക് പണം, നെല്ല് വേണ്ടവർക്ക് നല്ല ആഭരണങ്ങൾ വേണ്ടതാണ്, എന്ത് വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മുഴുവൻ ഗോവ മഹിഷി എല്ലാ സാധനങ്ങളും കൊടുത്തു. അങ്ങനെ അവരവിടെ സുഖമായിട്ട് 12 കൊല്ലം താമസിച്ചു. ഇങ്ങനെ താമസിക്കുമ്പോൾ അവിടെ ഈ ദുഃഖം വന്നപ്പോൾ ആ ദുഃഖം വിഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സുഖമായിട്ട് കുറെ നാൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ ആ ദുഃഖമൊക്കെ മറന്നു എന്ന് മാത്രമല്ല അവർക്ക് ഒരു ഗൗതമനോട് ഒരു ലേശം വിദ്വേഷവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് സുഖമായി ആ പഴയ കാര്യങ്ങളൊക്കെ അവര് മറന്നു. എന്നിട്ട് അവര് ഈ ഒരു പുല്ലുണ്ട്, ഒരു ചുരുക്കത്തിന് പറയാണ് പശുവിന്റെ ഒരു സ്വരൂപത്തിൽ ഒരു പുല്ല് കൊണ്ടൊരു പശുവിനെ ഉണ്ടാക്കി ഗൗതമന്റെ മുമ്പിലേക്ക് വിട്ടു. അവരുടെ ശക്തി ഉണ്ടോ എന്തെങ്കിലായിരിക്കാം. ഏതായാലും ഈ പുല്ലുകൊണ്ടുള്ള പശു ഗൗതമന്റെ ഹൂങ്കാരം കൊണ്ട് അത് മറിഞ്ഞു വീണു എന്ന് തന്നെയല്ല, അത് ചത്തുപോയി. അപ്പോൾ ഈ ബ്രാഹ്മണരൊക്കെ കൂടി ഉദാഹരി അവർക്ക് ഗൗതമനെ അവര് ചീത്ത പറയും. എന്നല്ല, പശുവിനെ കൊന്നു ഗോഹത്യ ചെയ്തിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞ് ഗൗതമനെ ശരണം. അപ്പോ ഗൗതമൻ ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഗൗതമനും ഒട്ടും ഇഷ്ടമില്ലാതെ. അപ്പൊ അതുകൊണ്ട് ഗൗതമന്റെ ശാപം ഈ ബ്രാഹ്മണർക്കൊക്കെ ഗൗതമൻ അവര് ആ ബ്രാഹ്മണരെ മുഴുവൻ ശപിച്ചു. അതാണ് അവരൊക്കെ നിങ്ങളൊക്കെ കലിയുഗത്തിലെ ബ്രാഹ്മണന്മാരായിട്ട് പിറക്കട്ടെ എന്ന് അതിനൊരു വാക്യം കൂടിയുണ്ട്. അപ്പൊ എന്തൊക്കെ അനവധി ശാപങ്ങളുണ്ട് നമുക്ക് പോകും. ശിവേ ശിവസ്യ മന്ത്രേജ ശിവശാസ്ത്രേ തഥൈവചായൂയം സർവദാ ബ്രാഹ്മണാധമാഹ. അല്ലെ ബ്രാഹ്മണാധമന്മാരെ, നിങ്ങള് ശിവനിലും ശിവമന്ത്രങ്ങളിലും ശിവശാസ്ത്രത്തിലും, ശിവൻ എന്നുള്ളതിന് വേദം എന്നർത്ഥം എടുക്കാമെങ്കിൽ ശിവശൂലാത് ജാതയ എന്ന ഭാഗവതത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇതിലൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ ശിവൻ എന്നുള്ളത് വേദം എന്നർത്ഥം. വേദത്തിലും
വൈദിക മന്ത്രങ്ങളിലും വൈദിക ശാസ്ത്രങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ലാണ്ടായിപ്പോട്ടെ. അല്ലെ ബ്രാഹ്മണ അധമന്മാരെ മൂലപ്രകൃത്യാശ്രയദേവ്യാനേ തൽക്കഥാസുരാൻ ഭവതാമുഖായുയം. ദേവിയുടെ പാദങ്ങളിലും ആ ദേവിയുടെ കഥകളിലും ദേവിയുടെ ധ്യാനത്തിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാണ്ടായിപ്പോട്ടെ. ദേവീ മന്ത്രേ തഥാ ദേവ്യാസ്ഥാനേനുഷ്ഠാന കർമ്മണി ഭവതാമുഖായുയം സർവദാ ബ്രാഹ്മണാധമാഹ. ഇങ്ങനെ ഒരു 10-15 പഠിച്ചു പോലെ ഒരു 10-20 ശ്ലോകങ്ങളെ കൊണ്ട് അവരെ ആ ബ്രാഹ്മണന്മാരെ ശപിച്ചു എന്നൊരു കഥ ഇതിവൃത്തം പറയുന്നുള്ളൂ. ഈ ഇതിവൃത്തം കൊണ്ട് ബ്രാഹ്മണന്മാരെ ശപിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബ്രാഹ്മണന്മാരെ ശപിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഈ കഥ പറയുന്നത്. ഗൗതമന്റെ മാഹാത്മ്യം പറയാനുമല്ല, ഗായത്രി ഉപാസനം ചെയ്യുന്നവർക്ക് ഗായത്രി മഹാത്മ്യത്തെ പറയാൻ വേണ്ടിയിട്ട് ആണ്. അല്ലാത്തവർക്ക് അത്രയും യോഗ്യത ഇല്ല എന്ന് പോയി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആണ് 9ാമത്തെ അധ്യായത്തിലെ ഗായത്രി ഭിന്ന ദേവോപാസന അശ്രദ്ധാഹേതു നിരൂപണം. എന്നാണ് 9ാമത്തെ അധ്യായത്തിന്റെ പേര്. ഗായത്രി ഭിന്നകളായിരിക്കുന്ന ദേവതമാരെ ഉപാസിക്കുന്നവർക്കുള്ള അശ്രദ്ധയ്ക്കുള്ള കാരണം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗായത്രി ഉപാസനം തന്നെ വേണം എന്നാണ് ഈ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നും പറയട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ ഒരു 3 അധ്യായമുണ്ട്. 10, 11, 12 ഇങ്ങനെ മണിദ്വീപത്തിന്റെ വർണ്ണന. മണിദ്വീപം ശിവോപാസനയിലെ പ്രധാനപ്പെട്ടതാണ്. കൈലാസത്തില് ശിവനോട് കൂടി കൈലാസമാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. വൈഷ്ണവന്മാർക്ക് വൈകുണ്ഠമാണ്. അതുപോലെ കൃഷ്ണഭക്തന്മാർക്ക് ഗോലോകമാണ്. അതുപോലെ ദേവ്യോപാസകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് മണിദ്വീപമാണ്. അത് സൗന്ദര്യലഹരിയിലൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. സിന്ധോർമധ്യേ സുരവിടപി വാരീ പരിവൃത്തെ മണിദ്വീപേ നീപോവനവധി തുടങ്ങിയിട്ടുള്ള പദ്യങ്ങളില് സൗന്ദര്യലഹരി തുടങ്ങിയിട്ടുള്ള സ്തോത്രങ്ങളിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ മണിദ്വീപത്തിന് അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുക്കത്തില് ഒന്ന് വ്യക്താക്കാം. മണിദ്വീപത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നതാണ് ആ കഥ. സുധാസിന്ധുവിന്റെ നടുക്കാണത്. ആ സുധാസിന്ധോർ മധ്യ സുരവിടപി വാടീ പരിവൃത്തെ. സുരവിടപി കൽപ്പവൃക്ഷങ്ങളുടെ ഒരു പൂന്തോട്ടം ഉണ്ട്. ആ ആയിട്ട് എടുക്കാണ്. അതെ, മണിദ്വീപേ അങ്ങനെയുള്ളതാണ് മണിദ്വീപം. ആ മണിദ്വീപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞാൽ അവിടെ സൗന്ദര്യലഹരിയിലെ മണിദ്വീപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുന്നുണ്ട്. പല വ്യാഖ്യാതാക്കന്മാരും പലതരത്തിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് മണിദ്വീപം എന്ന് പറയുന്നത് അത്യന്തം ഗോലോകം, കൈലാസം, വൈകുണ്ഠം തുടങ്ങിയിട്ടുള്ളതൊക്കെ പോലെ ഏറ്റവും ദേവിയുടെ ഭയങ്കരമായിരിക്കുന്ന ഇരിപ്പുള്ള സ്ഥാനം എന്ന് അർത്ഥം എടുക്കാം. ഇനി ഇവിടെ തന്നെ വേറൊരു തരത്തില് ഈ മണിദ്വീപത്തിനെ വ്യാഖ്യാനിക്കുന്ന വേറെ ചില വ്യാഖ്യാതാക്കന്മാരുണ്ട്. മണിദ്വീപം എന്നുള്ളത് കൊണ്ട് രണ്ട് തരത്തിലെ പൂജയുണ്ട്. ആന്തരമായിട്ടുള്ള പൂജയും ബാഹ്യമായിട്ടുള്ള പൂജയും. ആന്തരമായിട്ടുള്ള പൂജാപ്രകാരത്തിന് സമയാചാരം എന്ന് പറയുന്നു. ബാഹ്യമായിട്ടുള്ള പൂജാദികൾക്ക് കൗളം എന്നും പറയുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഈ ആന്തരമായിട്ടുള്ള പൂജാപ്രകാരത്തിനാണ് മാഹാത്മ്യ പൂജ. അത് എന്നാണ് ഭഗവത്പാദര് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനങ്ങളിലെ ലക്ഷ്മീധരൻ തുടങ്ങിയിട്ടുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ പറയുന്നു. അപ്പൊ ഈ മണിദ്വീപം എന്നുള്ളത് ശ്രീചക്രത്തിന്റെ നടുക്ക് ദേവിയെ സങ്കല്പിക്കുന്ന ഭാഗമാണ്. സുധാസിന്ധു എന്നുള്ളത് അതിന് മുമ്പ്
ശ്രീചക്രത്തിന്റെ നാലുപുറത്തുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ അത് ചക്രത്തിന്റെ ജ്ഞാനമുള്ളവർക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ചക്ര ഇന്ന സ്ഥലങ്ങളിൽ ഇന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിസ്തരിച്ച് ഉപന്യസിക്കുന്നുണ്ട് വ്യാഖ്യാനത്തിൽ. അത് അപ്പോ ഈ ശ്രീചക്രത്തിന്റെ നടുക്ക് ദേവിയുടെ ആ ഇരിപ്പായിട്ടുള്ള സ്ഥലത്ത് ഇരിപ്പിടമായിട്ടുള്ള സ്ഥലത്തിനാണ് മണിദ്വീപം എന്ന് താന്ത്രികന്മാരെ, അതായത് അഭിപ്രായം പറയുന്നു. പുരാണ രീതിയിൽ പറയുകയാണെങ്കിൽ മണിദ്വീപം എന്ന് പറഞ്ഞ വിശേഷമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ദേവിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നു. എപ്രകാരമാണോ വൈകുണ്ഠം, എപ്രകാരമാണോ കൈലാസം, എപ്രകാരമാണോ ഗോലോകം, അതുപോലെ തന്നെ ദേവിയുടെ ഇരിപ്പിടമായിട്ട് കദംബവനവാസിനി ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മണിദ്വീപത്തിന്റെ വർണ്ണനയാണ്. അവിടെ കടമ്പ് മരങ്ങളുണ്ടാവും. ഇങ്ങനെ വർണ്ണിക്കുന്ന ആ മണിദ്വീപത്തിന്റെ വർണ്ണനയാണ് 10ാമത്തെ അധ്യായത്തില്. അത് ബ്രഹ്മലോകാത് ഉദ്ധഭാഗി സർവലോകോസ്തി അശ്വത തുടങ്ങിയിട്ടുള്ള മണിദ്വീപ വർണ്ണനയാണ് ആദ്യത്തെ 10ാമത്തെ അധ്യായത്തില്. പിന്നെ അത് വിസ്തരിച്ചിട്ടുണ്ട്. 100 ശ്ലോകങ്ങൾ കൊണ്ട് ആണ് വിസ്തരിച്ചേക്കണേ. അത് ഓരോ ഭാഗത്തുള്ള ആ ഇതിനെ മുഴുവൻ തന്നെ മറ്റേ ശ്രീചക്രത്തിന്റെ രീതിയിലും വ്യാഖ്യാനിക്കാം എന്ന് മറ്റേ സൗന്ദര്യലഹരി തുടങ്ങിയിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിലൊക്കെ പുരാണത്തിന്റെ ഛായയില് സാങ്കരാ പരിവാരേസ്തു സംഘല പരിവാരിതാഹ സർവ സ്വർണപാളമയാദഗ്രേ മുനിയോജന ദൈർഘ്യവൽ തുടങ്ങിയിട്ടുള്ളത് പറയുന്നു. ഇനി 11ാമത്തെ അധ്യായത്തിലും ഏതാണ്ട് ഈ മണിദ്വീപത്തിന്റെ വർണ്ണനയാണ്. മറ്റേത് ദേവി ഇരിക്കുന്ന സ്ഥലം ആണെന്ന് പറഞ്ഞു. ഇവിടെ പത്മരാഗാദി മണിനിർമ്മിത പ്രാകാര വർണ്ണനം. ദേവിയുടെ ഇരിക്കുന്നതിന്റെ 4 പുറത്തും ഉള്ളതായ പത്മരാഗം, ഇന്ദ്രനീലം, മരകതം തുടങ്ങിയിട്ടുള്ള രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സർവ പ്രാകാര മതിലുകള്, വക്രങ്ങള്, അതിനെയൊക്കെ വർണ്ണിക്കുന്ന ഒരു രീതിയാണ് ഈ മണിദ്വീപത്തിന്റെ വർണ്ണനയിൽ തന്നെ വരുന്നതാണ്. അതാണ് ഇത് 11ാമത്തെ അധ്യായത്തില്. ഇനി 12 അധ്യായത്തിലും ഈ മണിദ്വീപത്തിന്റെ വർണ്ണന തന്നെയാണ്. 3 അധ്യായങ്ങൾ കൊണ്ടാണ് ഒരു മുഴുവൻ വായിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് 1-2 ശ്ലോകം വായിക്കുന്നു. ആ അധ്യായം നമ്മള് ഒട്ടും വായിക്കാതെ പോകുന്നത് ഒരു ശരിയല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കനക്ഷീരപാടങ്കൗതനംബുജ നിർജിതാർത്ഥസുധാകര ബിംബകാന്തി തിരസ്കാരി ബിംബകാന്തി തിരസ്കാരി രഥ വിരാജിത ലതൽപുംകുമകസ്തൂരീതലകൊൽഭാസീരാനന. കേട്ടാൽ നമുക്ക് ലളിതാസഹസ്രനാമത്തിന്റെ ആ ഒരു ഛായ ഓർമ്മയിൽ വരും. ഏതായാലും ഈ പ്രാധാന്യം ആണ് ഇതുകൊണ്ട് സാധാരണ. ഇനി പിന്നെ 13ാമത്തെ അധ്യായമായി. 13ാമത്തെ അധ്യായത്തില് ഈ ഉപസംഹാരമായി ഈ പ്രമേയത്തിന്റെ മുഴുവൻ. അതായത് ജനമേജയനോട് പറയാണല്ലോ കഥ. അപ്പൊ ജനമേജയന്റെ ദേവീപദം പ്രാപ്തി ആണ് 13ാമത്തെ അധ്യായത്തില് പറയുന്നത്. 14ാമത്തെ അധ്യായത്തില് ഫലശ്രുതിയാണ്. ഈ ദേവി ഭാഗവതത്തിന്റെ ഫലശ്രുതി. അതും ഈ ഒടുവിലത്തെ അധ്യായമായതുകൊണ്ട് അതിനെ ഒന്നും കൂടി പലതരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഥ തത്വശോധ്യായ സൂര ഉവാച അർത്ഥശ്ലോകാത്മകം ദേവീവക്രാദ്യമദ്വിതം നിർഗതം ശ്രീമദ് ഭാഗവതം നാമ വേദസിദ്ധാന്തബോധകം ഉപദിഷ്ടം വിഷ്ണവേയം വടവപ്രതിഭാസിനെ ശതകോടിപ്രവിസ്തീർണം തർക്കളം ബ്രഹ്മണാപുര
तत्सारमेकतः कृत्वा व्यासेन शुकहेतवे अष्टादशसहस्रं द्वादशस्कन्धसंयुतं देवी भागवतं नाम पुराणं प्रथितं पुरा अद्यापि देवलोके तद्बहुविस्तरणमस्ति नानेन सदृशं पुण्यं पवित्रं पापनाशनं पदे पदेश्वमेधस्य फलमाप्नोति मानवः सौर्यानिकं पूजयित्वा वस्त्राद्याभरणादिभिः व्यासबुद्ध्या तन्मुखस्तु कृत्वैतत्समुपोषितः लिखित्वा निजहस्तेन लेखकेन अथवा मुने प्रौष्ठपद्यं पौष्णमस्यं हेमसम्भासमन्वितं दद्यन् पौराणिकायाः दक्षिणां च पयस्विनीं सालङ्कृतं सवत्सां च कपिलां हेमवादिनीं भोजयत् ब्राह्मणानन्देऽप्याध्यायपरिसंविदान् सुवासनीस्तावदेश्च कुमार्यवरिपैः स्वः देवी बुद्ध्या बोधयेतान् वसनाभरणादिभिः पायसान्नवरेणापि गन्धस्त्रकुसुमादिभिः पुराणदानेनैतेन भूदानस्य फलं भवेत् लभेत् इहलोके सुखी भूत्वाप्यन्ते देवीपुरं व्रजेत् नित्यं यः शृणुयाद्भक्त्या देवी भागवतं परं न तस्य दुर्लभं किञ्चित् कदाचित् क्वचिदस्ति अपुत्रो न फले पुत्रान् पुत्रार्थधनार्थी धनमाप्नुयात् विद्यार्थी प्राप्नुयात् विद्यां कृत्यमन्तिरभूत्वद वन्ध्या च कर्कवन्ध्या वा मृतवन्ध्या च आज्ञना श्रवणादथ वन्ध्या वा काकवन्ध्या वा मृतवन्ध्या च आज्ञना പുത്രന്മാരില്ലാത്തവള് വന്ധ്യ പുത്രൻ ഉണ്ടായിട്ട് മരിച്ചു പോകുന്നവര് അതും ഒരു വന്ധ്യാണ് കാകവന്ധ്യ മൃതവന്ധ്യ മരിച്ച പുത്രന്മാരെ പ്രസവിക്കുന്നത് മരിച്ച പുത്രന്മാരെ പ്രസവിക്കുന്നത് അങ്ങനെ 3 തരത്തിലും വന്ധ്യമാരെ തിരിച്ചിട്ട് പറയും ശ്രവണാദസ്യ തദ്ദോഷാൻ നിവർത്തയതന സംശയ യദ്ഗൃഹേ പുസ്തകം ചെയ്തൽ പൂജിതം നിതിഷ്ഠതി തദ്ഗേഹം നത്യജൻ നിത്യം രമാരൈവ സരസ്വതി നേക്ഷം തേതത്ര വേദാവലാകിനീ രാക്ഷസാദയ ജ്വരിതം തു നരം സ്പൃഷ്ട്വാ പഠേദേവസമാഹിത മണ്ഡലാം നാശമാപ്നോതി ജ്വരോലഹതമന്വിത ശതാവൃത്യാസ്യ പഠനാക്ഷയരോഗോ വിനശ്യതി 100 പ്രാവശ്യം ഭാഗവതം വായിച്ചാൽ ക്ഷയരോഗം പോലും നശിച്ചുപോകും അത്ര മണ്ഡലാം നാശമാപ്നോതി ജ്വരോല പ്രതിസന്ധ്യം പഠയിച്ചു സന്ധ്യാം കൃത്വാ സമാഹിത ഏകൈകമസ്യ രാധ്യായം നരോ ജ്ഞാനവാൻ ഭവേത് സഗുണാം ചൈവ വിക്ഷേപകാര്യാകാര്യേഷു ചൈവ ഹി തത്പ്രകാരഃ പുരസ്താസ്തു അധിരോസ്തു മയാമുനേ നവരാത്രേ പഠൻ നിത്യം ജാഗരിംഗേരി ഭക്തിര നവരാത്രിക്കാലത്ത് പഠിക്കുന്നത് വിശേഷമാണ് തസ്യ അംബികാതു സന്തുഷ്ടാ ദദാതി ഇച്ഛാദികം ഫലം വൈഷ്ണവൈശ്ചൈവ ശൈവൈശ്ച രമോ മാ പ്രിയതേ സദാ സൗരൈശ്ച ഗാനപത്യൈശ്ച ശ്രേഷ്ഠശക്തയേശ്ച തുഷ്ടയേ പഠിതവ്യം പ്രയത്നേന നവരാത്രകധൃതയേ വൈദികയേ നിജഗായത്രീ പ്രിയതയേ നിത്യശോ മുനേ പഠിതവ്യം പ്രയത്നേന വിരോധോ നാത്ര കസ്യചിൽ ഉപാസനാതു സർവേഷാം ശക്തിയുക്താനി സർവജ തച്ഛക്തേരേവതോഷാർത്ഥം പഠിതവ്യം ഫലാദ്വിധൈഃ സ്ത്രീഷു ദ്രൗണപഥേലേതൽക്കഥാപി വിമോഹിത ശൃണുയാന്തി ജവസ്രാസു നിത്യമേവേതി തസ്തി കിം പുനർബഹുനോക്തേന സാരം വക്ഷ്യാമി തസ്വര വേദസാരമിതം പുണ്യം പുരാണം ദ്വിജസമാഹ ഇത് വേദസാരമായിട്ടുള്ളൊരു പുരാണമാണ് വേദവാസതമം പാഠേ ശ്രവണേത തഥൈവ ഹി തച്ഛിത അനന്തരൂപാം താം ഗായത്രീ പ്രതിപാദിതാം നമാമി ഹൃന്മയീം ദേവീം ധിയോ യോ നഃ പ്രചോദയാത് ഇത് സൂതവരഃ കൃത്വാ നൈമിഷിര്യാസ്തബോധനാഃ പൂജയാമാസു തസ്യുച്ചൈഃ സൂതം പ്രവ്യാനിപോത്തമം പ്രസന്നഹൃദയാഃ സർവേ ദേവീപാദാംബുജാസ്തകാഃ നിവൃത്തിം പരമാം പ്രാപ്താഃ പുരാണസ്യം പ്രഭാവതഃ നമസ്തക്രോംപുനഃസ്തൂതം ക്ഷമാശ്ച മുഹുർമുഹുഃ സംസാരമാരിധേസ്താഭ സർവസ്മാകം ത്വമേവ ഹി ഇതി സമുനിപരാണാമകൃതാശ്രാവയിത്വാ സകലനിഗമഗുഹ്യം ദൗർഗമേ തൽപുരാണം നപമസമുനിസംഘം വർദ്ധയിത്വാ ശുനാംബാചരണകമലഭൃംഗോ ഇത് ശ്രീമദ്ദേവീ ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസഹസ്രം സംഹിതായാം ദ്വാദശസ്കന്ധേ ശ്രീമദ്ദേവീ ഭാഗവത പുരാണശ്രവണഫലവർണ്ണനം നാമ ചതുർദശോധ്യായ ഇങ്ങനെ 14 അധ്യായമാണ്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതായ
ഈ ഭാഗവതത്തിലെ 7 ഭാഗവതത്തിലെ 335 അധ്യായങ്ങളുടെയും ചുരുക്കം പറയുന്ന ഒരു ഒരു അധ്യായം എന്ന് പറയട്ടെ. ഒറവങ്കര അച്യുതഭാരതി സ്വാമിയുടെ രജിസ്റ്ററിന്റെ അതും കൂടി സമയം അത് മുഴുവൻ വായിക്കാം. അധ്യായത്തിന്റെ ഓരോ ഇപ്പം എല്ലാ അധ്യായങ്ങളും കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ എല്ലാ അധ്യായങ്ങളെയും ഒന്ന് സ്മരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാനതൊന്ന് വായിക്കാം. 1060 ശ്ലോകങ്ങളേ ഉള്ളൂ. ശ്രീമദ് ദേവി ഭാഗവത സംഗ്രഹം. നമോ ധർമ്മസ്വരൂപ. മിക്കവാറും ഭാഗവതത്തിലെ 12-ാം അധ്യായം പോലെ തന്നെയാണത്. എന്നാലും ഒന്ന് വായിക്കാം. നമോ ധർമ്മസ്വരൂപിണൈ സച്ചിദാനന്ദമൂർത്തയേ പ്രണമ്യ ഭക്താൻ ഭക്ഷേഹം ശ്രീഭാഗവത സംഗ്രഹം. അത്ര സാക്ഷാൻ ഭഗവതി മണിദ്വീപാധിവാസിനി വർണ്ണത്തെ ജഗദാധാരാ ജഗന്മാരാഖിലേശ്വരി. യസ്യ ശ്രവണമാത്രേണ ദേവീ ലോകമവാപ്നുയാൽ അരോധാഗർവാസന്താശ്രന്വന്തു പരമാദരഹൽ. സൂതശൗനക സംവാദ പുരാണശ്രവണാദര. പുരാണോപപുരാണാനം യഥാവം നാമകീർത്തനം തത്തദ്യവ്യാസാനം യഥാക്രമനിരൂപണം. ദേവീ സർവോത്തമേത്യുക്തേ ഹയഗ്രീവകഥാതര. ദേവി ഉത്കർഷസ്വരോഹോരമധുകൈഢവസംഭവ. ദേവീസ്തു തദ്ബ്രഹ്മകൃതാ തത്ര ആരാധ്യതന്മയാൻ മധുകൈഢവസംഹാരോ സംപത്തിരിവാകഥ. ശിഖശ്ച ജന്മാതികഥ പ്രഥമേ വർണ്ണിതാ തഥാ സത്യവക്യാശ്ച ഗതികം വ്യാസോത്പത്തിരതാം പരം. ചന്ദനോർജന്മവൃത്താന്തോ യോഗസ്പശ്യചാഗംഗയ. ഭീഷ്മോത്പത്തി ശന്തരിണ സത്യവത്യാങ്കരംഗ്രഹ. ആണ്ഡവാനം സംഭവാതി പുരോ ജന്മപരീക്ഷിതാൻ. മനുഷ്യാപോരുതഥാ പുത്രമാസം പരീക്ഷിതാൻ. തക്ഷകേന മൃതിശ്ചാസ്യ സർപ്പസൂത്രവിശിഷ്ടരാൻ. ആസ്തീകസ്യ കഥാപേന സർപ്പസൂത്രനിവാരണം. ദേവീ ഭാഗവതസ്യാസ്യാഹ്നം ഗദ്വിരീയകേ. ബ്രഹ്മാദീനം യമാനേന ദേവ്യാശ്ച ദർശനം. തേഷാം ദേവീസ്വയം പശ്ചാത് ഉപദേശസ്തയാഗ്രഹം. നിരൂപണം ഗുണാദീനം സത്യപൂർവകഥാനകം. വാഗ്വേദമഹിമാ പശ്ചാത് അംബായജ്ഞവിധിസ്ക്രമ. സുദർശനകഥാ പുണ്യാതിസ്തരേണ പ്രയച്ഛതേ. കോസലേഷു കാശ്യാം ച ദേവീ പൂജാ പ്രദാരണം. ഉഭയത്രാധിദേവ്യാസ്തു നിത്യാവാസം പ്രകീർത്തിതാൻ. വാരാണസ്യാം വിശാലാക്ഷി. ഇത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വിശാലാക്ഷി രൂപേണയാണ് വാരാണസിയിലിരിക്കുന്നത്. അപ്പൊ കോസലസ്യാം ച ദേവീ പൂജാ പ്രദാരണം. ഉഭയത്രാധിദേവ്യാസ്തു നിത്യാവാസം പ്രകീർത്തിതാൻ. പൂജനം ച കുമാരീനാം അംബാമഹോത്സവേ. സുശീലചരിതം പശ്ചാത് കോസലേന്ദ്രസ്യ സൽക്കഥ. യസ്യാത്രവണമാത്രയാസമേഷാം ദുഃഖനാശനം. നവരാത്രൗ വ്രതം പുണ്യം തൃതീയേ സമുദീരം. അഥജന്മാതിഹേതുത്വം കർമ്മണോ ബഹുധോച്യത്തെ. ദിശ്യാശാപശ്ചാതിരയേ മായാഗൗരവവർണ്ണനം. നരനാരായണതപക്ഷാദികഥനം വയ. അഹങ്കാരമഹത്വക്ഷീയർത്ഥയാത്രാനിരൂപണം. പ്രഹ്ലാദനാരായണയോ സങ്കരായശ്ചാത്ഭുതാവഹ. ഹരയേ കുശാപശ്ച ശുക്രാചാര്യകഥാ തഥാ. ദൈത്യാക്രാന്തധനായാസ്തഗമനം മേധസംപദേ. സാധുകൃഷ്ണാപധാവസ്യകഥനം ചതുർത്ഥകേ. രുദ്രസ്യ മഹിമാ പശ്ചാത്മഹിഷത്വസമുദ്ഭവ. തസ്യ ബ്രഹ്മവരത്നത്തെ സദ്യവാക്രമണം തരാൻ. സത്രസ്ഥാനം സങ്കരാഭ്യാസകഥനാദിവിതന്യതേ. സർവദൈവ തപേജോംശഘടിതാത്ഭുതരൂപയ. ദേവ്യാ തസ്യാനുഗാനം വനുധരം വിസ്മയാവഹം. ചണ്ഡമുണ്ഡവധാൻ ദേവ്യാ ചാമുണ്ഡേത്യഭിരോചിത. രക്തബീജസ്വരവധസ്തഥാ ശുംഭനിശുംഭയോഃ. ചരിത്രത്രയമാഹത്യം പഞ്ചനേ സമ്യഗീരിതം. ത്രിശിരോ വിത്രയോശ്ചിത്രാ കഥാനഹുഷപാദനം. അത്യത്ഭുതമുപാഖ്യാനം വിശ്വാമിത്രവസിഷ്ഠയോഃ. അജീകർത്തസ്യ വൃത്താന്തസ്ഥിതം ത്വനിമേരഥ. ഭൃഗൂണം നാശനം ക്രുദ്ധൈശ്ചാരിദാരുണം. ഭൃഗുവംശസ്ഥിരേം പശ്ചാത്തൈഹയാനം കഥാനഘ. ഏകവീരസ്യ ചരിതം കൃതവീര്യസ്യ ജന്മജ. മായാപ്രഭാവകഥനം ഹരേ ഷഠേ നിരൂപിതം. സൂര്യസോമോദ്ഭവാനം ച രാജ്ഞാം വൃത്തം സുചിത്രിതം. സുകന്യാചരിതം പുണ്യം ശവനസ്യ കഥാ തഥാ. ദേവതീചരിതം ചാധ ശകവത്സ്ഥാനം സമുദ്ഭവ.
कृशङ्कोश्चरितं तत्स्व विश्वामित्रेण सङ्करे हरिश्चन्द्रश्चन्द्रपदयश्चरितं विस्मयावहम् सदाक्षीमहिमाय प्रणीता कल्मषनाशिनि तस्य संरक्षणः तस्या सर्वासमुदीरितः अवमानेन देवीनां त्रिमूर्तीनामशक्तरः दक्षाधरः सरो देवी देधानं समुदीरितः पार्वत्या जन्मनो हे दुर्देवी गीतामहाधरा यत्र साङ्ख्यक्रिया योगा वर्णिरा सप्तमेतरः देव्याः प्रसादश्चमनो मनौ तेनैव कृतास्तु ते वराहस्यामतामस्वरस्तोत्रं पावनाथः देवानां मर्मणद्वारा वेद्योत्कर्षं प्रजोत्पन्नं वीणाभृतादिवर्षाणां मत्मनं भक्तिमर्थकम् आरामदनगादीनं सदिस्परनिरूपणं देवीषु ज्ञानविशिष्टात्रमुक्तये षष्ठेस्तवर्धनं पञ्चाप्रगर्वीणां च सम्भवान् सृष्टिस्थले पदादीनां देव्याराधनाविधे लक्ष्मी गङ्गा भारतीनां भूमौ जन्म निगद्यते पवस्तां स्वां शापभक्तेन स्वस्थस्थानिगतिस्तथा धरापराधन्मस्यानं नरके वारमुच्यते तुलसी जन्मकथनं शङ्खजोडश्चरोद्भवः तस्य विश्रान्तिनिवृतः शङ्करेण तु संयुगे विष्णोः प्रथमधमात्रेण निधनं तस्य शूलिनः तुलसी चरितं सावग्रामस्य महिमानवः सावित्रीचरितं पुण्यनिहितं बहुविस्तरम् महालक्ष्म्याश्च चरितं स्वधायाश्चरं स्वधाया दक्षिणायाश्च षष्ठीदेव्याश्च सङ्कथा मङ्गलारञ्जुवाख्यानं मनसाख्यानमेव अथाश्चिरस्य चरितं सुरक्षाश्च समीरितं सर्वैर्वाक्यास्तादौ वापित्येवं नो मे ब्रुवीत् स्वयं भुवमनोभुक्तं तस्मिन् देव्या कृपाकुला विद्याद्रिगमनं देव्या भक्तानुग्रहकारणं स्वारोचसमुखानां कमनूनां वृत्तमेद्यते महाकाव्याः समुत्पत्तेस्तत्सवो ब्रह्मणाकुलः महालक्ष्मी सरस्वत्योः कथानगमनोत्तमं सावर्ज्ञाद्याश्रमनवस्तेषु देव्या अनुग्रहः धामर्याश्वसमद्भूतिररुणस्यवधस्तथा एतस्याश्चर्यं पुण्यं स्कन्धे दशमे स्मरन् प्राराष्ट्रत्यं समयसं रुद्रार्थमहिमानवः तिरोपविधानं कथकधारणसंस्कृते काव्यं सन्ध्यावचनादिदष्टामं कर्म पुण्यरन् पञ्चानामथ यज्ञानं गर्हीयत्वदर्पणम् पुरश्चर्यातु गायत्र्यावीक्षा विधर्मः परम् वैश्वरे मधुधेन्द्रायश्चष्टैकादश स्मृताः ऋषीश्वरे गायत्र्याः പദനാമത്ത സംഭത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കങ്ങളാണ് ഇത് പറയാൻ പോകുന്നത്. ഋഷീശ്വരെ ഗായത്ര്യാ കവചം ഹൃദയന്തരാ സ്തോത്രം നാമ സഹസ്രം വിസ്തരേണ നിഗദ്യതേ കേനോപനിഷദിത്ര കഥാദേവ്യാ സമർത്ഥത ചിത്രം തദ്വിഷമാഖ്യാനം മനസ്യേവസ്യ വർണ്ണനം चिन्तामणिगृहं दिव्यामणद्वीपे महाध्वरम् अम्ब्यामथविधानं च जनमेर्य भूभरेः नारदाकन्दं सततयच्छन्मुखीवर्तनं सृष्टेर्मुनीनां सूदर्शनड्डभक्तप्रशान्ति मे एवं भागवतीयानां चरितानां च सङ्ग्रहः सर्वथा प्रसादाय भवान् स्वयं काश्चिदत्र मम निर्दिष्टाः कथायत्यभिसङ्ग्रहे तथापि काश्चिदालोको भविदानेन भीमरं पठितो दर्शितश्चार्थो मृत्युग्रस्तोऽपि वानरः श्रीमाते नमः हेतुश्रीशरन्मुच्यते रौद्रस्यास्तयानक्षवादनं नवरात्रिषु अष्टम्याञ्जनवन्याञ्जलसंज्ञं बहुवन्दरम् ब्रह्मर्थशास्त्रजलधिं व्यासो धीमन्दरेण यदौकाराहिदस्तानामिदं भागवतामृतम् एतत्क्षुयेन कोयेनापि पूरजित्तायलीयते नस्याज्ञातुलस्यास्य जनन्यादुःखदायः निगदितमिह संवरश्चरेयाश्चरितमतीव सुखप्रदं समेषम् यदनु निगततं प्रहित्यतेभो हरतितमोहरैश्चरीयभर्कम् परिह भगवते रसवासिते विदधवां सुखियाः परमाभयम् ननु न खलु पापहरं महदं अकृतनिगमजालं दस्तदुःखापुराणं सकलमतिहिताय श्रद्धसे मानवानां
യോ ഭാരതം വ്യാജവാൻ മുകുരമുരുജയാമലം വ്യാസയോധയുടെ ഇത് ശ്രീ മഹാദേവിയാണ്. കാത്യായന മഹാമായി ഭവാനി ഭുവനേശ്വരി സംഘാര നാമസ്കരകനാമയേ. ഇത്രയും ആണ് പറഞ്ഞ നിർദ്ദിഷ്ട സമയം കൊണ്ട് പഴയകാല ഇസ്ലാമിക് ദർശനം ആണ് ഈ അഭ്യർത്ഥനായിരുന്നത്. എനിക്ക് 5 മിനിറ്റ് വൈകിട്ട് അതായത് ഇങ്ങനെ ഭാഗവതത്തില് ഇപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളും ഒരു വൈശാഖ മാസം ഒത്തിരി അവസാനം സ്വാമികളുടെ സംഗ്രഹം കൂടി ഇവിടെ നോക്കാൻ പറ്റി. ഏതായാലും ഈ ഇങ്ങനെയൊരു യജ്ഞം പറയട്ടെ, ഈ യജ്ഞം നടത്താൻ വരുമ്പോഴത്തെ എല്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചില്ല. എല്ലാവരുടെയും ക്ലേശം എത്രയാണെന്ന് പറയാനില്ല, അത്രയധികം ക്ലേശമില്ല. പക്ഷെ എപ്പോഴും ആ ഒരു എല്ലാ ബുദ്ധി വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനൊരു വ്യവസ്ഥ അവരെ ദേവി അനുഗ്രഹിക്കട്ടെ എന്നല്ലാതെ എനിക്ക് എന്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും ആശസ്സൊന്നും പറയാനില്ല. ദേവിയുടെ അനുഗ്രഹം എല്ലാ സമയത്തും ഭാവത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ സന്തോഷം. നന്ദി പ്രകാശനായി മനോജ് KP വിളി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് കുമാർ, പൂജാപഠനം 4ാം ബാച്ചിലെ പഠിതാവാണ്. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും TVSRC അന്തർജനസഭ എന്നിവരെല്ലാം സംയുക്തമായി സംഘടിപ്പിച്ച ഈ വൈശാഖ കാലത്തെ ദേവി ഭാഗവത പാരായണവും അതിന്റെ അർത്ഥങ്ങളുടെ വ്യാഖ്യാനവും എല്ലാവരും വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇന്ന് 12ാമത്തെ സ്കന്ധത്തില് ബ്രഹ്മശ്രീ കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരി വളരെ വിശദമായി തന്നെ ഗായത്രി ഉപാസനയെ കുറിച്ചും ബാക്കിയെല്ലാം കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് വളരെ ഭക്തിപരസരം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതിന് അദ്ദേഹത്തോടുള്ള അഗൈതവുമായ നന്ദി അഖില കേരള തന്ത്രിസമാജം ഉത്തരമേഖലയുടെയും TVSRCയുടെയും കൂടാതെ അന്തർജനസഭ മറ്റു ഉപവിഭാഗങ്ങളായിട്ടുള്ള എല്ലാ പഠിതാക്കളും എല്ലാവരുടെയും പേരിലും സമർപ്പിച്ചുകൊള്ളുന്നു, ഭക്തിയാ നമസ്കരിച്ചുകൊള്ളുന്നു. ഇനിയും ഞങ്ങളുടെ ഉദ്യമത്തിൽ അങ്ങേക്ക് വേണ്ടി വന്നാൽ പങ്കുചേരാവുന്നതാണ്, ഞങ്ങൾ ക്ഷണിക്കുന്നതാണ്. കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ പ്രാർത്ഥന ചൊല്ലിയ ആർദ്ര സന്തോഷ്, സ്വാഗതം ആശംസിച്ച ശ്രീ സതീഷ് ചന്ദ്രൻ കുഞ്ഞിക്കല്ല്, ഇതെല്ലാം നിയന്ത്രിച്ച നമ്മുടെ TVSRCയുടെ സെക്രട്ടറി വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി, ഈ എല്ലാത്തിൻ്റെയും മാർഗദീപമായിട്ടുള്ള ശ്രീരാമൻ നമ്പൂതിരി, ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ബ്രഹ്മശ്രീ എറാഞ്ചേരി ഹരിഭവൻ നമ്പൂതിരി, അഖില കേരള തന്ത്രിസമാജം ഉത്തരമേഖലയുടെ ഭാരവാഹികൾ, ഇന്ന് സംബന്ധിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വൈശാഖ മാസക്കാലത്തെ ഈ ദേവീ ഭാഗവത യജ്ഞം ഭംഗിയായി ഇവിടെ സമാപിക്കാൻ സഹകരിച്ച എല്ലാവരോടും തീർത്താൽ തീരാത്ത നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.